ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026, അതായത് നമ്മുടെ +2 മോഡൽ എക്സാം, അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് 1 to 4 റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ 1 മുതൽ 4 വരെ എന്ന് വെച്ചാൽ റീഡ് ദ ഫോളോയിങ് പാസേജ്, അപ്പോൾ താഴ്ത്തുന്നിട്ടുള്ള ആ പാസേജ് വായിക്കുക, ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ, എന്നിട്ട് അതിനെ പിന്തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, എന്തേന്ന് നോക്കിയേ. നൗ ഡോണ്ട് ഇന്ററപ്റ്റ് മീ, ഐ ഹാവ് ബീൻ തിങ്കിങ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോഴേ മനസ്സിലാവും, നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ, അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു പാരഗ്രാഫാണിത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 59 പേജ് നമ്പർ 59 നോക്കിയാൽ കാണാം. അവിടെ എന്താ മാർത്ത പറയുന്ന ഒരു ഡയലോഗിന്റെ അവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന അതിലൊരു പാസേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ പറയുന്നത്? നൗ ഡോണ്ട് ഇന്ററപ്റ്റ് മീ. ഇപ്പോൾ ഡോണ്ട് ഇന്ററപ്റ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ തടസ്സപ്പെടുത്തരുത്. നൗ ഡോണ്ട് ഇന്ററപ്റ്റ് മീ, ഐ ഹാവ് ബീൻ തിങ്കിങ്. അപ്പോൾ എന്താണ്? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താണ്? ദ ഡേ ജോൺ വാസ് ബാപ്റ്റൈസ്ഡ്. അപ്പോൾ ദ ഡേ, അതായത് ജോൺ ബാപ്റ്റൈസ്ഡ്, ജോണിന് മാമോദിസ മുക്കിയ ദിവസം, അതായത് ഇങ്ങനെ സ്നാനം, അതുപോലെ മാമോദിസ എന്ന് പറയും, അത് ചെയ്ത് ആ ദിവസം ഓർക്കുകയായിരുന്നു. വെൻ മിസ്റ്റർ ഗ്രഷാം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം. അപ്പോൾ എന്താണ്? മിസ്റ്റർ ഗ്രഷാമാണ് അവന് സ്പോൺസർ ആയിരുന്നത്. ഹൗ പ്രൗഡ് വി വെയർ. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എന്താ, നമുക്ക് എത്രമാത്രം പ്രൗഡ്, അഭിമാനമായിരുന്നു ഞങ്ങൾക്ക് എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് വെൻ വി കെയിം ഹോം ഫ്രം ദ ചർച്ച് യു സെഡ്, ഡു യു റിമെമ്പർ വാട്ട് യു സെഡ് റോബർട്ട്? അപ്പോൾ ആൻഡ് പിന്നെ വെൻ വി കം ഹോം ഫ്രം ദ ചർച്ച്, അപ്പോൾ എന്താണ്, നമ്മൾ പള്ളിയിൽ നിന്ന് തിരികെ വീട്ടിലോട്ട് വന്നപ്പോൾ എന്താണ്? യു സെഡ്, നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നാണ്. റോബർട്ട്, നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നാണ്. ഡു യു റിമെമ്പർ, ഓർക്കുന്നുണ്ടോ? വാട്ട് യു സെഡ് റോബർട്ട്? റോബർട്ട്, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ പാസേജ് ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ആ ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദിസ് പാസേജ്? അപ്പോൾ ചോദിക്കുകയാണ്, ഈ പാസേജിൽ ഹൂ ഈസ് ദ സ്പീക്കർ, സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ആരുടെയാണ്, ഇത് ആരാണ് സംസാരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരുടെ എന്ന് എഴുതാം, ആരാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നമുക്ക് ആൻസർ എഴുതാം. മാർത്ത. എന്താണ് ആൻസർ വരുന്നത്? മാർത്ത. ഓക്കെ, മാർത്തയല്ലേ, നമ്മുടെ മാർത്തയാണ്. ആ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 59 നോക്കാം. മാർത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ ഡയലോഗ് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ലെസൺ ഈസ് ദ പാസേജ് ടേക്കൺ? അപ്പോൾ അത് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഫ്രം വിച്ച് ലെസൺ, ഏത് പാഠത്തിൽ നിന്നുമാണ്, ഏത് ലെസണിൽ നിന്നുമാണ് ഈസ് ദ പാസേജ് ടേക്കൺ, ഈ പാസേജ് എടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് പാസേജ് എന്നാണ് നമുക്ക് പറയാം? ദ അവർ ഓഫ് ട്രൂത്ത്, അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവിയർ വൈൽഡേ. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ ക്രിസ്ത്യൻ റിച്വൽ. അപ്പോൾ പിക്ക് ഔട്ട്, തിരഞ്ഞെടുക്കുക, ദ വേർഡ് ഫ്രം ദ പാസേജ്, ആ പാസേജിൽ നിന്ന് നമുക്കൊരു വാക്ക് തിരഞ്ഞെടുക്കണം. വിച്ച് മീൻസ്, അതിൻ്റെ അർത്ഥം എന്താണ്? എ ക്രിസ്ത്യൻ റിച്വൽ. ക്രിസ്ത്യൻ റിച്വൽ എന്ന് വെച്ചാൽ ഒരു ക്രിസ്തീയ ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാനം, ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, ദ ഡേ ജോൺ വാസ് ബാപ്റ്റൈസ്ഡ്, അതൊരു ആചാരമാണ്. മാമോദിസ ക്രിസ്ത്യൻസിൻ്റെ ഒരു റിച്വലാണത്. ഓക്കെ, അപ്പോൾ ബാപ്റ്റൈസ്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ വാക്കാണത്. ഏത് വാക്കാണെന്ന് ചോദിച്ചാൽ ബാപ്റ്റൈസ്ഡ് എന്ന വാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബാപ്റ്റിസം എന്നൊക്കെ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് പാട്രൺ. അപ്പോൾ ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുക, ദ വേർഡ് ഫ്രം ദ പാസേജ്, അപ്പോൾ ഈ പാസേജിൽ നിന്ന് ഒരു വാക്ക് കണ്ടെത്തുക. വിച്ച് മീൻസ് പാട്രൺ. പാട്രൺ എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് കണ്ടെത്താനാണ് പറയുന്നത്. പാട്രൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സ്പോൺസർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് പാസേജ് തന്നിട്ടുണ്ട് സ്പോൺസർ എന്ന്. അതാണ് മിസ്റ്റർ ഗ്രഷാം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം. അപ്പോൾ അവിടെ നിന്ന് പാസേജിൽ നിന്ന് കിട്ടും സ്പോൺസർ എന്നുള്ളതാണ് ആ വാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഈസി ആയിരുന്നു, 4 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. Questions 5 to 8 read the following lines and answer the questions that follow. അപ്പോൾ എന്താണ്, 5 മുതൽ 8 വരെ ഉള്ളത് റീഡ് ദ ഫോളോയിങ് ലൈൻസ്, കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. പിന്നെ അതിനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ്, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈൻസിലേക്ക് കിടക്കാം. എബോ അസ്,
എബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുകളിൽ. എ ഷിപ്പ് ഓഫ് ദ സ്കൈ റോർസ് നോർത്ത് വേർഡ്സ്. ഒരു ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് വെച്ചാൽ എന്താണ്? ആകാശക്കപ്പൽ റോർസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ ഇരമ്പി അങ്ങ് പാഞ്ഞു പോവുകയാണ്. എങ്ങോട്ട്? നോർത്ത് വേർഡ്സ്, അതായത് വടക്കോട്ട് പോവുകയാണ് എന്നാണ്. അപ്പോൾ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? വിമാനത്തെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് മുകളിൽ ഒരു ആകാശക്കപ്പൽ വടക്കോട്ട് ഇരമ്പി പായുന്നുണ്ട്. ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. അപ്പോൾ എന്താ? ഡ്രൗണിങ് എന്ന് വെച്ചാൽ എന്താണ്? മുക്കിക്കളയുന്നു. മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരൻ്റെ ലൗഡ് ക്രൈസ് എന്ന് വെച്ചാൽ ഉച്ചത്തിലുള്ള കരച്ചിൽ എന്ന് പറയും അല്ലേ, ഉറക്കെയുള്ള കരച്ചിൽ എന്നാണ്. അപ്പോൾ ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്, എൻ്റെ അനിയൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിലിനെ അത് മുക്കിക്കളയുന്നു. ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്? ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ്. അപ്പോൾ എന്താണ്? ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഖ്യമന്ത്രി. ഓഫ് മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. അപ്പോൾ എന്താണ്? മുഖ്യമന്ത്രി ഒരു അമ്പെയ്യുന്ന പോലെ, ആരോ പോലെ കേന്ദ്രത്തിലേക്ക് എന്താണ്? കുതിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മുഖ്യമന്ത്രി കേന്ദ്രത്തിലോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടെ നോക്ക്, ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. അപ്പോൾ അവിടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഉപമിച്ച് പറയാം, കമ്പയർ ചെയ്യുക. അതായത് മുഖ്യമന്ത്രി ആരോയെ പോലെ കേന്ദ്രത്തിലോട്ട് പോകുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ടു ക്ലാമർ ഫോർ ഗ്രെയിൻസ്. എന്തിനാണ് അങ്ങനെ പാഞ്ഞു പോകുന്നത്? ടു ക്ലാമർ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ അലറി വിളിക്കുക, അല്ലെങ്കിൽ എന്താണ്? കമാൻഡ് ചെയ്യുക, അങ്ങനത്തുള്ള ഉറക്കെ കമാൻഡ് ചെയ്യുക, അങ്ങനത്തുള്ള ഒരു അർത്ഥമാണ് ടു ക്ലാമർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉറക്കെ ഇങ്ങനെ അലറി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ മോർ ഗ്രെയിൻസ്, എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ധാന്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കേന്ദ്രത്തിലോട്ട് പാഞ്ഞു പോകുന്നത്. നൗ ഫ്ലൈയിങ് ഹൈ. അപ്പോൾ എന്താണ്? അദ്ദേഹം ഇപ്പോൾ ഉയരത്തിൽ പറക്കുകയാണ്. എബോവ് ദ ക്യാഷ് ക്രോപ്സ്. എന്തിൻ്റെ മുകളിലൂടെയാണ്? ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ നാണ്യവിളകൾ. അതായത് എന്താണ്? ഫുഡ് ക്രോപ്സ് കൊണ്ട് ക്യാഷ് ക്രോപ്സ് അറിയാം. നമുക്ക് ആഹാര സാധനങ്ങൾ കിട്ടുന്ന വിളകൾ കൊണ്ട് റബ്ബർ പോലുള്ള, അപ്പോൾ നാണ്യവിളകൾ. അപ്പോൾ എബോവ് ദ ക്യാഷ് ക്രോപ്സ്. അപ്പോൾ ആ നാണ്യവിളകൾക്ക് എന്താണ്? മുകളിലൂടെ പോവാണ്. നൗ ഗ്രോയിങ് ടാൾ ലൈക്ക് ദ ട്രീസ്. അപ്പോൾ എന്താണ്? മരങ്ങളെപ്പോലെ എന്താണ്? ഉയരത്തെ വളരുന്ന നാണ്യവിളകൾക്ക് മുകളിലൂടെ എന്താണ്? പറന്നു പോവുകയാണ്. പിന്നെന്താണ്? സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോ വൺ ഹിയർ, ഇവിടെ ആരും പ്രൊമോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുന്നില്ല ദ ഫാമിംഗ് ഓഫ് റൈസ്. അപ്പോൾ അതായത് എന്താണ്? നെൽകൃഷി ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നാണ്യവിളകൾക്ക് മുകളിലൂടെ പറക്കുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വരികളുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5. These lines are taken from the poem. അപ്പോൾ ഈ വരികൾ ഏത് പോയത്തിൽ? അപ്പോൾ ഈ വരികൾ ആർ ടേക്കൺ ഫ്രം ദ പോയം ഡാഷ്. അപ്പോൾ ഇതേത് കവിതയിൽ നിന്നെടുത്ത വരികളാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതാണ്? റൈസ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, റൈസ് ബൈ ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇത്. അപ്പോൾ അത് എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഷിപ്പ് ഓഫ് ദ സ്കൈ റിഫേഴ്സ് ടു? ഇവിടെ വാട്ട് ഈസ് ദ ടേം, എന്താണ് ഈ പദം? ഷിപ്പ് ഓഫ് ദ സ്കൈ എന്താണ്? ആകാശക്കപ്പൽ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അർത്ഥമാക്കുന്ന എന്തിനെയാണ്? ആകാശക്കപ്പൽ എന്ന് ഇവിടെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എയറോപ്ലെയിൻ അല്ലേ, വിമാനത്തെയാണ്. അപ്പോൾ എന്താ? ദ ടേം റിഫേഴ്സ് ടു ആൻ എയറോപ്ലെയിൻ എന്നെഴുതാം. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോയം വിച്ച് മീൻസ് ടു ഡിമാൻഡ് സംതിങ് ഇൻ എ ലൗഡ് ഓർ ആംഗ്രി വേ. അപ്പോൾ പിക്ക് ഔട്ട് ദ വേർഡ്, അപ്പോൾ വാക്ക് തിരഞ്ഞെടുക്കുക. ഫ്രം ദ പോയം, ആ കവിതയിൽ നിന്നും തിരഞ്ഞെടുക്കുക. വിച്ച് മീൻസ്, അതിൻ്റെ അർത്ഥം എന്തായിരിക്കണം? ടു ഡിമാൻഡ് സംതിങ് ഇൻ എ ലൗഡ് ഓർ ആംഗ്രി വേ. ടു ഡിമാൻഡ്, നമ്മൾ ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെടുക, മസ്റ്റായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് വെക്കുവാണ്. സംതിങ് ഇൻ എ ലൗഡ് ഓർ ആംഗ്രി വേ, ദേഷ്യത്തിലും ഒച്ചത്തിലും നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, മുഖ്യമന്ത്രി എന്തിനാണ് ആരോയെ പോലെ കേന്ദ്രത്തിലോട്ട് കുതിച്ചു പായുകയാണ്? ടു ക്ലാമർ. അപ്പോൾ എന്താണ്? ഫോർ മോർ ഗ്രെയിൻസ്. അപ്പോൾ ഒരുപാട് ധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടു ക്ലാമർ, അതായത് ഉച്ചത്തിൽ ആംഗ്രി വേയിൽ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ആൻസർ ഏതാണ്? ക്ലാമർ ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ,
ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലയൺ ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. അപ്പോൾ ഐഡൻറ്റിഫൈ തിരഞ്ഞെടുത്തെഴുതുക ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റഫർ, സിമിലി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലയൺ ഏത് വരിയിൽ ഉപയോഗിച്ച് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. അപ്പോൾ ചീഫ് മിനിസ്റ്റർ എന്താ ഒരു അമ്പ ഇതേപോലെ ഇങ്ങനെ എന്താണ് കേന്ദ്രത്തിലോട്ട് കുതിച്ചു പായുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിക്കേ, ചീഫ് മിനിസ്റ്ററിന് എന്തുപോലെയാണ്, ലൈക്ക് പോലെ, പോലെ ആരോ പോലെ, അമ്പ് പോലെ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒന്നിനോട് ഉപമിച്ചിരിക്കണം, ഉപമയാണ്. അപ്പോൾ എവിടെയാണ് സിമിലി. അപ്പോൾ ചീഫ് മിനിസ്റ്ററിനെ ആരോയെ കൊണ്ട് ഉപമിച്ചിരിക്കുന്നത്, അതായത് കമ്പയർ ചെയ്ത് രണ്ടും ഒന്ന് പോലെയാണെന്ന് പറഞ്ഞു, ലൈക്ക് പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഏതാണ്, ഉപമയാണ്. ചീഫ് മിനിസ്റ്ററിനെ ആരോയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതെന്ന് ചോദിച്ചാൽ സിമിലി എന്ന് എഴുതാം. ബിക്കോസ് ഇറ്റ് ഈസ് യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് എ കമ്പാരിസൺ. അപ്പോൾ ഒരു കമ്പാരിസൺ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ലൈക്ക്, നമ്മൾ സിമിലി ആണെന്ന് ഈ ലൈക്ക് എന്ന് പറയുന്ന വേർഡ് കണ്ടാൽ നമുക്ക് ഉടനെ മനസ്സിലാക്കാം അത് സിമിലി ആയിരിക്കും, എന്ന് വെച്ചാൽ ഉപമിച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ സിമിലി ആണ് ആൻസർ. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് 9 to 12 നോക്കാം. അറ്റംപ്റ്റ് എനി 3 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർ. അപ്പോൾ എന്താ പറഞ്ഞത്, അറ്റംപ്റ്റ് എനി 3 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ 9 മുതൽ 12 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, യു മേ കം അക്രോസ് ഡ്രഗ് അഡിക്ട്സ് എമംഗ് യുവർ ഓൺ പിയർ ഗ്രൂപ്പ്. അപ്പോൾ യു മേ കം അക്രോസ് ഡ്രഗ് അഡിക്ട്സ് എമംഗ്, അപ്പോൾ അതായത് നിങ്ങളുടെ സഹപാഠികളിൽ തന്നെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കാം. യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം, ഓഫ് മേക്കിംഗ് ദം അവെയർ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാണ്, മേക്കിംഗ് ദം അവെയർ ഓഫ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഈ മയക്കുമരുന്നിന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്, അതിൻ്റെ അപകടത്തിന്, അതിൻ്റെ ഡേഞ്ചറസ്, അതെന്ന് വെച്ചാൽ അപകട നിലയെക്കുറിച്ച് എന്താണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇമാജിൻ സച്ച് എ സിറ്റുവേഷൻ. അപ്പോൾ ഇമാജിൻ, സങ്കല്പിക്കുക. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം നിങ്ങൾ സങ്കല്പിക്കുക. ആൻഡ് മേക്ക് യൂസ് ഓഫ് ദ സ്യൂട്ടബിൾ എക്സ്പ്രഷൻസ്. എന്നിട്ട് സ്യൂട്ടബിൾ എക്സ്പ്രഷൻസ് ഗിവൻ ടു അഡ്വൈസ് യുവർ ഫ്രണ്ട് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന തരത്തിലുള്ള അനുയോജ്യമായ സിറ്റുവേഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുകയാണ്, അഡ്വൈസ് കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. ഗീവ് 2 pieces ഓഫ് അഡ്വൈസ്. അപ്പോൾ 2 ഉപദേശം കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, തുടക്കം തന്നിട്ടുണ്ട്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്, അതായത് ഇങ്ങനെ തുടക്കം തന്നിട്ടുണ്ട് 2 എണ്ണത്തിൻ്റെ. ബാക്കി നമ്മളോട് എഴുതാണ്. എന്ത് പറയാം, നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്തെഴുതാം, യു വുഡ് ബെറ്റർ നോ എബൌട്ട് ഇൽ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അതായത് ഈ ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ എഫക്ട്സ്, അതായത് ദൂഷ്യവശങ്ങൾ അതിന് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ കുറിച്ച് അതിനെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് നമുക്ക് ഉപദേശിക്കാം. പിന്നെ എങ്ങനെ പറയാം, വൈ ഡോണ്ട് യു ജോയിൻ എ സ്പോർട്സ് ക്ലബ് ടു സ്റ്റേ ഹെൽത്തി ഇൻസ്റ്റെഡ്. അപ്പോൾ എന്താ, വൈ ഡോണ്ട് യു ജോയിൻ, എന്തുകൊണ്ട് നിനക്കൊരു ജോയിൻ ചെയ്തുകൂടെ, എവിടെ, സ്പോർട്സ് ക്ലബ് ടു സ്റ്റേ ഹെൽത്തി ഇൻസ്റ്റെഡ്. അപ്പോൾ എന്താണ്, ഇതിന് പകരം നീ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം പകരം നിനക്കൊരു നല്ല ഹെൽത്തിയൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതും ആണ് 2 ഉപദേശങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിമൻ ആർ ഓഫൺ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവിറോൺമെൻറ്റൽ ഡാമേജ്, സെയ്സ് വങ്കാരി മാതായി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ വിമൻ ആർ ഓഫൺ, അപ്പോൾ സ്ത്രീകളാണ് ഓഫൺ പലപ്പോഴും ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവിറോൺമെൻറ്റൽ ഡാമേജ്. അപ്പോൾ പരിസ്ഥിതിയിൽ എന്തെങ്കിലും നാശമോ നശീകരണമോ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ ആദ്യം അറിയുന്നത് സ്ത്രീകളാണ്. സെയ്സ് വാങ്കാരി മാതായി. അപ്പോൾ അതാരെ പറയുന്നത്, വാങ്കാരി മാതായി ആണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു മോഡൽ ആൻസറാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം കേട്ടോ.
ഓക്കെ, ഐ എഗ്രി വിത്ത് വാങ്കാരി മാതായി ബിക്കോസ്. അപ്പോൾ ഞാൻ വാങ്കാരി മാതായിയുടെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. ബിക്കോസ് എന്തെന്നാൽ ഇൻ മെനി കൾച്ചേഴ്സ്, അപ്പോൾ ധാരാളം കൾച്ചർ, പല സംസ്കാരങ്ങൾ എടുത്താലും വിമൻ ആർ ദ പ്രൈമറി ഗ്യാദറേഴ്സ് ഓഫ് വാട്ടർ, ഫ്യൂവൽ ആൻഡ് ഫുഡ്. അപ്പോൾ വെള്ളവും ഇന്ധനങ്ങളും വിറക്, അത് തടി, അതെല്ലാം എടുക്കുമ്പോൾ അതിനെയെല്ലാം ആദ്യം അതിനെ ശേഖരിക്കുന്ന ആരാണ്? സ്ത്രീകളാണ്. പല കൾച്ചർ എടുത്ത് നോക്കില്ല അതിനെക്കുറിച്ച് കൂടുതൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ എന്താണ് ഫ്യൂൽ, അതായത് ഗ്യാസ് തീർന്നു, അത് ആരാ ആദ്യം അറിയുന്നത്? അമ്മയാണ്, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ വെള്ളമില്ലെങ്കിലും അമ്മയാണ്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതലും ഇതിനെക്കുറിച്ച് കൂടുതലും അറിയുന്നത്. വെൻ ദ എൻവയോൺമെൻറ്റ് ഈസ് ഡാമേജ്ഡ്, അപ്പോൾ എന്താണ്, ഈ പരിസ്ഥിതി നശിക്കുമ്പോൾ ദേ ആർ ദ ഫസ്റ്റ് ടു നോട്ടീസ്. അപ്പോൾ അവരാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അല്ലേ. വീട്ടിൽ ഗ്യാസ് തീർന്ന് വെള്ളം തീർന്നാലൊക്കെ ആദ്യം ആരാണ് ശ്രദ്ധിക്കുന്നത്? അമ്മയായിരിക്കും. അപ്പോൾ സ്ത്രീകളായിരിക്കും. ദ സ്കാർസിറ്റി ഓഫ് ദീസ് എസെൻഷ്യൽ റിസോഴ്സസ്, അപ്പോൾ ഈ അത്യാവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ സ്കാർസിറ്റി എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ ദൗർലഭ്യത്തിൽ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി ആൻസർ. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, എഡിറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്, അതിനെ എഡിറ്റ് ചെയ്യാനാണ്, കറക്റ്റ് ചെയ്യാനാണ്. അവിടെ കുറച്ച് മിസ്റ്റേക്സ് എന്തോ തെറ്റൊക്കെ ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനാണ്. അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? എന്താണ്? മൈ സമ്മേഴ്സ് വാസ് സ്പെൻഡ് ബിറ്റ്വീൻ. അപ്പോൾ അവിടെ വായിക്കുമ്പോഴേ നമുക്കറിയാം മൈ സമ്മേഴ്സ് വാസ്. സമ്മേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ സമ്മേഴ്സ് വേനൽക്കാലങ്ങൾ, എൻ്റെ വേനൽക്കാലങ്ങൾ വാസ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കുക, ആയിരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 2 വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വാസ് എന്നും വേറെന്നും. വാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗുലർ, അതായത് ഒറ്റ സിംഗുലർ ഫോമിൽ ഉപയോഗിക്കുമ്പോഴാണ് വാസ് ചേർക്കുന്നത്. വേറെന്ന് വെച്ചാൽ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സമ്മേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം, അതായത് എൻ്റെ വേനൽക്കാലങ്ങളിൽ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒന്നല്ല കുറേ കാലം, വേനൽക്കാല അവധികളിൽ, വേനൽക്കാലങ്ങളിൽ എന്ന് പറയുന്നു. അപ്പോൾ സമ്മേഴ്സ്, അപ്പോൾ പ്ലൂറൽ മിക്കപ്പോഴും എന്താണ്, എസ്സിൽ എൻ്റെയും ചെയ്യും, അതും കൂടെ നോക്കിയത്. അപ്പോൾ ഈ സമ്മേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അവിടെ വാസ് അല്ല വരേണ്ടിയിരുന്നത്, ശരിക്കും എന്താണ്, വെയർ, WERE, വെയർ, അതാണ് അവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരേണ്ടത്? മൈ സമ്മേഴ്സ് വെയർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഓൺ ജക്കാർത്ത. അവിടെ ഒരു തെറ്റുണ്ട്, ഓൺ എന്ന് പറയുമോ സ്ഥലം. അപ്പോൾ എൻ്റെ വേനൽക്കാല അവധികളിൽ ഞാൻ ചിലവഴിച്ചിരുന്നത് എവിടെയാണ്? ഓർഫനേജിനും എന്താണ് ട്രിപ്സ് ബാക്ക് ടു മുംബൈയിലോട്ട് ഉള്ള ട്രിപ്പിലുമാണ്. അപ്പോൾ അതെന്താണ്, ജക്കാർത്തയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഓൺ എന്ന് വെച്ചാൽ പുറത്ത് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ജക്കാർത്തയിൽ എന്ന് പറയുവാണെങ്കിൽ ഇന്നാണ്, എന്ന് പറയുന്ന എന്ന് പറയുന്ന വാക്കാണ് ഇൽ എന്നുള്ളൊരു അർത്ഥം തരുന്നത്. അപ്പം നമുക്കവിടെ ഓണിന് പകരം ഇന്നെന്ന് വരും. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെ എഴുതാം? മൈ സമ്മേഴ്സ് വെയർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈ എന്നാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്. അപ്പോൾ സ്റ്റാമർ എന്ന് പറഞ്ഞൊരു പോയം പഠിച്ചല്ലേ, വിക്ക് ഈസ് നോ ഹാൻഡിക്യാപ്പ്. അതൊരു ഹാൻഡിക്യാപ്പ് അല്ല എന്നാണ്, ഒരു വൈകല്യമല്ല, വൈകല്യമല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഇതൊരു സംസാര രീതിയാണെന്നാണ് പറയുന്നത്. ഇലോബറേറ്റ് ദ ഐഡിയ ഇൻ ദീസ് ലൈൻസ്. അപ്പോൾ എന്താണ്, ഈ വരികളിൽ ആ ആശയം എന്താണെന്ന് ഇലോബറേറ്റ് ചെയ്ത് എഴുതുക എന്നാണ്. അപ്പോൾ 2 മാർക്കിനാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ ആൻസർ? സ്റ്റാമർ ഈസ് ഓൺലി എ മോഡ് ഓഫ് സ്പീച്ച്. അപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സംസാര രീതിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് എന്ന് പറയും. ഇതൊരു ഹാൻഡിക്യാപ്പ് അല്ല. ആസ് ഇറ്റ് ഈസ് കോമൺലി ബിലീവ്ഡ്, അതായത് നമ്മൾ സാധാരണ വിശ്വസിക്കുന്നത് പോലെ ഇതൊരു ഹാൻഡിക്യാപ്പ് അല്ല. ഇറ്റ് ഈസ് എ സൈലൻസ്. ഇതെന്ന് പറഞ്ഞൊരു നിശബ്ദതയാണ്. ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അപ്പോൾ ആ വാക്കിനും അതിൻ്റെ അർത്ഥതലത്തിനും ഇടയ്ക്കുള്ള ഒരു നിശബ്ദതയാണ് ഈ സ്റ്റാമർ അല്ലെങ്കിൽ വിക്ക് എന്നാണ് നമ്മുടെ കെ സച്ചിദാനന്ദൻ പോയത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൻസർ എഴുതിയാൽ മതി. ഇനി അടുത്ത് ക്വസ്റ്റ്യൻസ് 30. അപ്പോൾ ഇതിൽ 9, 10, 11, 12 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നി 3 എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13 to 19, അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ്, ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 സ്കോർസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എന്താണ്, 4 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഫ്രേസൽ വെർബ്സ് എടുത്തെഴുതാനാണ് പറയുന്നത്.
ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൻ സെൻറ്റൻസ്. അപ്പോൾ ആ ഗിവൻ സെൻറ്റൻസിൽ കുറച്ച് ഫ്രേസൽ വേർബ്സ് നമുക്ക് ക്ലൂവിൽ ഫ്രേസൽ വേർബ്സ് തന്നിട്ടുണ്ട്. ആ ഫില്ല് ചെയ്യണം. ആ സെൻറ്റൻസിനനുസരിച്ചുള്ള ഫ്രേസൽ വേർബ് അതിന് തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം? ഒന്ന് ക്യാരീഡ് അവേ തന്നിട്ടുണ്ട് അല്ലേ. ക്യാരീഡ് അവേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്യാരീഡ് അവേ എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം വിടുക അല്ലെങ്കിൽ വികാരാധീനനാവുക എന്നൊക്കെയാണ് ഈ ക്യാരീഡ് അവേ എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർന്നു പോവുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഡു വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു വിത്തൗട്ട് എന്ന് വെച്ചാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇല്ലാതെ കഴിയുക എന്നുള്ളതാണ് ഡു വിത്തൗട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഇനി കീപ്പ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നിലനിർത്തുക അല്ലെങ്കിൽ തുടരുക എന്നുള്ള അർത്ഥമാണ് ഈ കീപ്പ് അപ്പിന് തരാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് അറിഞ്ഞിട്ട് നമുക്ക് ആ സെൻറ്റൻസിൻ്റെ മീനിങ് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഐ ആം അഫ്രൈഡ്. അപ്പോൾ എന്താണ്? ഐ ആം അഫ്രൈഡ് വി ഹാവ് റൺ ഔട്ട് ഓഫ് ആൻസർ കൂടെ പറഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. ഇത് ക്വസ്റ്റ്യൻ ഇതാണ്, ഐ ആം അഫ്രൈഡ് വി ഹാവ് ഡാഷ് ഓഫ് ആപ്പിൾ ജ്യൂസ് വിൽ ആൻ ഓറഞ്ച് ജ്യൂസ് ടു. അപ്പോൾ എന്താ ഐ ആം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം നമ്മൾ ഐ ആം അഫ്രൈഡ് എന്ന് വെച്ചാൽ എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയും. പക്ഷേ UK ഇംഗ്ലീഷിൽ ശരിക്കും ഐ ആം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഐ ആം സോറി എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ തരുന്നത്. അപ്പോൾ ഐ ആം അഫ്രൈഡ് ഐ ആം സോറി വി ഹാവ് ഡാഷ് ഓഫ് ആപ്പിൾ ജ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വിൽ ആൻ ഓറഞ്ച് ജ്യൂസ് ടു, അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് ആപ്പിൾ ജ്യൂസ് തീർന്നു പോയി, ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ അത് മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആപ്പിൾ ജ്യൂസ് തീർന്നു പോയി എന്നുള്ളതിന് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? റൺ ഔട്ട്. അപ്പോൾ ഏതാ വരുന്നത്? റൺ ഔട്ട് എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് എഴുതുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുവർ വെബ്സൈറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട് ടു ഡാഷ് ദ ഗുഡ് വർക്ക്. അപ്പോൾ യുവർ വെബ്സൈറ്റ്, നിങ്ങളുടെ വെബ്സൈറ്റ് ഹാസ് ഹെൽപ്ഡ് എന്ന് വെച്ചാൽ സഹായിച്ചിട്ടുണ്ട്, മീ എന്നെ, എ ലോട്ട് ധാരാളം, ടു ഡാഷ് ദ ഗുഡ് വർക്ക്. അപ്പോൾ ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് പോകാൻ എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ കീപ്പ് അപ്പ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം തുടരാൻ നിങ്ങളുടെ വെബ്സൈറ്റ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ എന്താണ്? കീപ്പ് അപ്പ് ആണ്, തുടരുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് നമുക്ക് കീപ്പ് അപ്പ് എഴുതാം. ഓക്കെ, ഇനി അടുത്ത C ക്വസ്റ്റ്യൻ, ഐ ഗോട്ട് ഡാഷ് ബൈ ഹിസ് എന്തൂസിയാസം. ഓക്കെ, അപ്പോൾ എന്താ പറയണേ? ഐ ഗോട്ട് ഡാഷ് ബൈ ഹിസ് എന്തൂസിയാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവേശത്തിൽ, ആവേശത്തിൽ എന്ത് പറ്റി? നിയന്ത്രണം വിട്ടുപോയി എന്നാണ്, അല്ലെങ്കിൽ അതിശയിച്ചു പോയി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണ്? നിയന്ത്രണം വിട്ടുപോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ക്യാരീഡ് അവേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ ഗോട്ട് ക്യാരീഡ് അവേ ബൈ ഹിസ് എന്തൂസിയാസം എന്നെഴുതാം. ഓക്കെ, ഇനി അടുത്ത D ക്വസ്റ്റ്യൻ, ഐ ജസ്റ്റ് കനോട്ട് ഡാഷ് മൈ മൊബൈൽ ഐ ഓൾവേസ് കീപ്പ് ഇറ്റ് വിത്ത് മീ. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് മനസ്സിലാക്കാം. ഐ ഓൾവേസ്, ഞാൻ എല്ലായ്പ്പോഴും കീപ്പ് ഇറ്റ് വിത്ത് മീ, ഇതെൻ്റെ കൂടെ സംരക്ഷിച്ച് വെച്ചിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? നമുക്കെങ്ങനെ എഴുതാം? അപ്പോൾ എന്തോ നമ്മൾ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കും, അപ്പോൾ അതില്ലാതെ പറ്റില്ല എന്നാണ്. അപ്പോൾ എന്താണ്? ഐ ജസ്റ്റ് കനോട്ട്, എനിക്ക് കഴിയില്ല. എന്താണ്? ഡു വിത്തൗട്ട് അല്ലേ, അതാണ് വരുന്നത്. ഇല്ലാതെ കഴിയും അല്ലേ. ഡു വിത്തൗട്ട് മൈ മൊബൈൽ, വിത്തൗട്ട് എന്ന് വെച്ചാൽ ഇല്ലാതെ. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ എനിക്ക് കഴിയില്ല. ഐ ഓൾവേസ് കീപ്പ് ഇറ്റ് വിത്ത് മീ, ഇത് ഞാൻ എപ്പോഴും അതെൻ്റെ കൂടെ സൂക്ഷിച്ച് വെച്ചിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ് RH വുഡിൻ്റെ ഒരു 1 ആക്ട് പ്ലേ നമ്മൾ പഠിച്ചായിരുന്നു Unit 5. അപ്പോൾ ആ ടൈറ്റിലിൻ്റെ എത്രമാത്രം ആപ്റ്റ് ആവുന്നുണ്ട്, എത്രമാത്രം ആ ഒരു 1 ആക്ട് പ്ലേക്ക് ആ ഒരു ടൈറ്റിൽ തലക്കെട്ട് എത്രമാത്രം യോജിക്കുന്നു എന്നുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻട്രോയും കൊടുത്ത് ആ ടൈറ്റിലിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മോഡൽ ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിക്കൊള്ളണം. ഓക്കെ, The play Post Early for Christmas is written by RH Wood. അപ്പോൾ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന പ്ലേ എഴുതിയത് RH Wood ആണെന്ന് എഴുതി. ഇറ്റ് ഈസ് എ ഹ്യൂമറസ് പ്ലേ, ഇതൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള പ്ലേ ആണ്. എന്താണ്? ബട്ട് ഇറ്റ് ഓൾസോ ഗീവ്സ് അസ് ദ മെസ്സേജ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ആക്ട് വിത്തൗട്ട് തിങ്കിങ്. പക്ഷേ ഇത് ഓൾസോ ഗീവ്സ് അസ് അപ്പോൾ നമുക്ക് ഇത് ഫണ്ണ് മാത്രമല്ല നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്, ദാറ്റ് വൺ ഷുഡ് നോട്ട് ആക്ട് വിത്തൗട്ട് തിങ്കിങ്. അപ്പോൾ ചിന്തിക്കാതെ നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കാൻ പാടില്ല എന്നുകൂടെ ഉള്ളൊരു മെസ്സേജ് കൂടെ തരുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ കൊടുത്തിട്ട് നമുക്കിനി ടൈറ്റിലിനെ കുറിച്ച് പറയാം. എന്ത് പറയാം? ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ഈസ് സ്യൂട്ടബിൾ വൺ. അപ്പോൾ
ഈ പ്ലേയുടെ ഈ ടൈറ്റിൽ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ വളരെ അനുയോജ്യമായ ഒന്നാണ്. ദ ടൈം ഓഫ് ദ പ്ലേ ഈസ് ക്രിസ്മസ് ആൻഡ് ദ പ്ലേ ടേക്സ് പ്ലേസ് ഇൻ എ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഈ പ്ലേ നടക്കുന്ന ആ സമയം എന്ന് പറഞ്ഞൊരു ക്രിസ്മസ് കാലമായിരുന്നു. ആൻഡ് ദ പ്ലേ ടേക്ക് പ്ലേസ് ഇൻ എ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതൊരു പോസ്റ്റ് ഓഫീസിലാണ് നടക്കുന്നത്. സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഹാവ് കം ടു ദ പോസ്റ്റ് ഓഫീസ് ഫോർ പോസ്റ്റിംഗ് ദ പാർസൽസ് ആൻഡ് പ്രസൻസ് ഫോർ ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദ ക്യാരക്ടേഴ്സ്, അപ്പോൾ ആ പ്ലേയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഹാവ് കം ടു ദ പോസ്റ്റ് ഓഫീസ്. അവർ പോസ്റ്റ് ഓഫീസിൽ വന്നു. എന്തിനും ഫോർ വേണ്ടി, എന്തിനാണ് പോസ്റ്റിംഗ് ദ പാർസൽസ്, അപ്പോൾ പാഴ്സൽ എന്താണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് പ്രസൻസ്, അപ്പോൾ പാഴ്സലും പ്രസൻറ്റ് സമ്മാനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഫോർ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളത്. ദ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ ഈസ് ഓൾസോ റിലേറ്റഡ് ടു സച്ച് എ പാർസൽ. അപ്പോൾ അതുമാത്രമല്ല ഈ പ്ലേയുടെ ക്ലൈമാക്സ് അവസാനം എന്ന് പറയുന്നതും എന്താ, റിലേറ്റഡ് ടു സച്ച് എ പാർസൽ, ഇതുപോലൊരു പാഴ്സലുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത്. സോ ദ ടൈറ്റിൽ ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ദ പ്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്ലേക്ക് ഈ ടൈറ്റിൽ അനുയോജ്യമാണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. യുവർ ക്ലാസ് ഈസ് ഡൂയിങ് എ പ്രോജക്റ്റ് ഓൺ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ക്ലാസ് എന്താ ഒരു പ്രോജക്റ്റ് ചെയ്യാണ്, സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, അതായത് സാമൂഹിക സംരംഭകത്വം എന്ന് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാണ്. ആസ് ദ ലീഡർ ഓഫ് ദ ക്ലാസ്, അപ്പോൾ നിങ്ങളാണ് ക്ലാസ്സിലെ ലീഡർ. യു ആർ ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ഷഹീൻ മിസ്ട്രി. അപ്പം നിങ്ങൾക്ക് ഷഹീൻ മിസ്ട്രിയെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. വാട്ട് വുഡ് യു ആസ്ക് ഫോർ, നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഫ്രെയിം 4 relevant questions ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള 4 questions തയ്യാറാക്കാനാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത് എഴുതാം, വാട്ട് ഓർ ഹൂ ഇൻസ്പയർഡ് യു ബിഗിൻ ദിസ് സോഷ്യൽ എൻ്റർപ്രൈസ്. അപ്പോൾ എന്താ ചോദിക്കുന്നത്, വാട്ട് ഓർ ഹൂ, അല്ല എന്താണ് അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ഇൻസ്പയർ ആയത്, അതായത് ഒരു പ്രചോദനമായത് ഈ സോഷ്യൽ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് ആരാണ്, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണെന്നാണ് ചോദ്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത് എന്ത് പറയാം? Having born with a silver spoon in your mouth, you could have led a luxurious life. What pleasure do you get by helping the street children? അപ്പോൾ എന്താ പറയണേ, ഹാവിങ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ യുവർ മൗത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ വായിൽ എന്താണ് വെള്ളിക്കരണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ്, ജനിച്ചതാണ്. യു കുഡ് ഹാവ് എ ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ യു കുഡ് ഹാവ്, നിങ്ങൾക്ക് നയിക്കാമായിരുന്നു, നയിക്കാമായിരുന്നു എ ലക്ഷൂറിയസ് ലൈഫ്, ഒരു എന്താണ് ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കാമായിരുന്നു. വാട്ട് പ്ലഷർ ഡു യു ഗെറ്റ്, നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ബൈ ഹെൽപ്പിംഗ് ദ സ്ട്രീറ്റ് ചിൽഡ്രൻ. അപ്പോൾ ഈ തെരുവിലെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൗ ഡിഡ് യു ഗെറ്റ് ദ നെയിം ആകാംക്ഷ ഫോർ യുവർ ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷന് ഈ പേര് കിട്ടാനുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡു യു ഹാവ് എനി പ്ലാൻസ് ടു എക്സ്പാൻഡ് യുവർ സെൻറ്റേഴ്സ് ടു ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ്, ഡു യു ഹാവ് എനി പ്ലാൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതിയുണ്ടോ ടു എക്സ്പാൻഡ് യുവർ സെൻറ്റേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഈ കേന്ദ്രങ്ങളെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തോട്ടുമായിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ട വല്ല പദ്ധതിയും ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അതും നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, യുവർ ക്ലാസ് ഈസ് കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. Write 2 arguments each in favor of and against the topic. അപ്പോൾ യുവർ ക്ലാസ് ഈസ് കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഒരു ഡിബേറ്റ്, സംവാദം നടത്തുകയാണ് ഓൺ ദ ടോപ്പിക്. എന്താ വിഷയം? എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ എന്താ, എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ, അതായത് പരിസ്ഥിതി സംരക്ഷണം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, പരിസ്ഥിതി സംരക്ഷണമാണ് കൂടുതൽ പ്രാധാന്യം ദാൻ, ഏതിനേക്കാൾ? ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെക്കാട്ടിലും പരിസ്ഥിതി സംരക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊരു ഡിബേറ്റ് നടക്കുവാണ്. റൈറ്റ് 2 ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ്, അതായത് വാദങ്ങൾ, നിങ്ങളുടെ വാദങ്ങൾ എഴുതാനാണ്. ഈച്ച് ഇൻ ഫേവർ ഓഫ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇൻ ഫേവർ ഓഫ് എഴുതണം. അപ്പോൾ നിങ്ങൾ അനുകൂലിച്ചും പിന്നെ എഗെയിൻസ്റ്റ്, പ്രതികൂലിച്ചും എതിർത്തും കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം അവിടെ. ഓക്കെ, ആർഗ്യുമെൻറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇൻ ഫേവർ ഓഫ് നമുക്ക് ആദ്യം, ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞാൽ എഴുതാം,
I agree to this statement because the conservation of environment generate financial returns. അപ്പോൾ എന്താണ് ഐ എഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു. ബിക്കോസ് എന്തെന്നാൽ ദ കൺസർവേഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, അപ്പോൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ജനറേറ്റ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. അപ്പോൾ അത് നമുക്ക് സാമ്പത്തികമായിട്ട് തിരിച്ച് റിട്ടേൺസ് നമുക്ക് നൽകുന്നു. ഫിനാൻഷ്യൽ റിട്ടേൺസ് നൽകുന്നത് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലൂടെയാണ് എന്ന് പറയാം. അടുത്തെന്ത് പറയാം? ഡെവലപ്മെൻറ്റ് വിൽ ബി മീനിങ്ലെസ് വിത്തൗട്ട് പ്രോപ്പർ എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ. അപ്പോൾ ഡെവലപ്മെൻറ്റ്, വികസനം വിൽ ബി മീനിങ്ലെസ്, അർത്ഥമില്ലാതാകും, വിത്തൗട്ട്, ഇല്ലാതെ, പ്രോപ്പർ എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണം ഇല്ലെങ്കിൽ എന്താണ് വികസനം എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പോൾ എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം economic growth is essential to provide basic amenities like food, healthcare and housing to a growing population. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത്, അപ്പോൾ സാമ്പത്തിക വളർച്ച ഈസ് എസെൻഷ്യൽ, സാമ്പത്തിക വളർച്ചയാണ് അത്യാവശ്യം, ടു പ്രൊവൈഡ് ബേസിക് അമെനിറ്റീസ്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, ആരോഗ്യം, പിന്നെ പാർപ്പിടം, അങ്ങനെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ഇങ്ങനത്തുള്ള പിന്നെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ, പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇക്കണോമിക് ഗ്രോത്ത് വേണം, സാമ്പത്തിക വളർച്ച ഉണ്ടായേ തീരൂ എന്നാണ് അവിടെ ഒന്നാമത്തെ പോയിന്റ് പറയാം. പിന്നെ രണ്ടാമത് എന്ത് പറയാം? വെൽത്തി നേഷൻസ് ആർ ബെറ്റർ എക്വിപ്ഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഗ്രീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ദാൻ പുവർ വൺസ്. അപ്പോൾ എന്താണ് വെൽത്തി നേഷൻസ്? അപ്പോൾ സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ്? ബെറ്റർ എക്വിപ്ഡ് ഇൻ ഗ്രീൻ ടെക്നോളജി. അപ്പോൾ ഗ്രീൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ, അതുപോലെ സസ്റ്റൈനബിൾ സൊല്യൂഷൻസിലും ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാൻ ദ പുവർ വൺസ് എന്ന് വെച്ചാൽ ദാരിദ്ര്യ രാജ്യങ്ങളെക്കാൾ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇർഫാൻ അലാം കംസ് ടു യുവർ സ്കൂൾ ടു ഇനാഗുറേറ്റ് ദ യൂത്ത് ക്ലബ്. അപ്പോൾ ഇർഫാൻ അലാം നിങ്ങളുടെ സ്കൂളിൽ വരുവാണ്. എന്തിനു വേണ്ടിയിട്ട്? യൂത്ത് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. അപ്പോൾ നമുക്ക് തയ്യാറാക്കുക എ സ്ക്രിപ്റ്റ് ഫോർ, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ്. ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് എന്ന് പറയില്ലേ, ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വിളിച്ച് പറയില്ലേ മൈക്കിൽ കൂടെ, അതുപോലെ ഇൻട്രൊഡ്യൂസിങ് ഹിം. അപ്പോൾ ഇർഫാൻ അലാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. നമ്മൾ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുപോലൊരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗുഡ് മോർണിംഗ് എവ്രി വൺ അല്ലേ? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് ഹോണർ ടു ഹാവ് വിത്ത് അസ് ടുഡേ എ മാൻ ഹു റെവല്യൂഷണലൈസ് ദ ലീവ്സ് ഓഫ് തൗസൻഡ്സ്. അപ്പോൾ എന്താ പറയാം? അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഒരു എനർജിയിലൊക്കെയാണ് പറയുന്നത് അല്ലേ? ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് ഓണർ ടു ഹാവ് വിത്ത് അസ് ടുഡേ. അപ്പോൾ അത് നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു മഹത് വ്യക്തി ഉണ്ടായിരിക്കുന്ന വലിയൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. എ മാൻ ഹു റിവല്യൂഷണലൈസ് ദ ലൈവ്സ് ഓഫ് തൗസൻഡ്സ്. അപ്പോൾ ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച ആ വലിയ മനുഷ്യൻ നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾക്കൊരു ബഹുമതി തന്നെയാണ്. എന്താണ്? Known as the rickshaw management guru, Mr. Irfan Alam is a celebrated social entrepreneur and the founder of Samman Foundation. അപ്പോൾ ആരാണെന്നത് പറയാം. ഇനി പറയാണ് മിസ്റ്റർ ഇർഫാൻ അലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെലിബ്രേറ്റഡ് സോഷ്യൽ എന്റർപ്രണർ, അപ്പോൾ ഒരു സാമൂഹ്യ സംരംഭകനാണ്. ആൻഡ് ദ ഫൗണ്ടർ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. ഇനി സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ് എന്നാണ് സ്ഥാപിച്ച, അല്ലെങ്കിൽ സമ്മാൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ച വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. ഹി പ്രൂവ്ഡ് ദാറ്റ് ഇന്നോവേഷൻ ഡസൻറ്റ് ഓൾവേസ് നീഡ് ഹൈ ടെക്നോളജി, ഇറ്റ് നീഡ്സ് എ ബിഗ് ഹാർട്ട് ആൻഡ് വിഷൻ ഫോർ ദ മാർജിനലൈസ്ഡ്. അപ്പോൾ എന്താ പറയുക? ഹി പ്രൂവ്ഡ് ദാറ്റ്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്, ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടെത്തലുകൾ, പുതിയ ആശയങ്ങൾ. ഡസൻറ്റ് ഓൾവേസ് നീഡ് ഹൈ ടെക്നോളജി, അപ്പോൾ നമ്മുടെ ഓരോ ആശയങ്ങൾക്കും വലിയ ടെക്നോളജി വേണമെന്നില്ല. ഇറ്റ് നീഡ്സ് എ ബിഗ് ഹാർട്ട്, അപ്പോൾ അതിനൊരു വലിയ ഹൃദയവും, പിന്നെ വിഷൻ ഫോർ ദ മാർജിനലൈസ്ഡ്. അപ്പോൾ മാർജിനലൈസ്ഡ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർക്കാഴ്ചയും മതി എന്നാണ് പറഞ്ഞത്. ഐ ഇൻവൈറ്റ് ഹിം ടു ദ സ്റ്റേജ് ടു ഇനാഗുറേറ്റ് അവർ യൂത്ത് ക്ലബ്. ഐ ഇൻവൈറ്റ് ഹിം, അപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ടു ദ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ടു ഇനാഗുറേറ്റ് അവർ യൂത്ത് ക്ലബ്. അപ്പോൾ നമ്മുടെ യൂത്ത് ക്ലബ്ബ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അനൗൺസ്മെൻറ്റ് എഴുതാം. ഓക്കെ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, എലോബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്. അപ്പോൾ ഗുഡ് ഫെൻസസ് നല്ല വേലികൾ, മേക്ക് ഉണ്ടാക്കുന്നു, ഗുഡ് നൈബേഴ്സ് നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നു. നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ പോയത്തിൽ പഠിച്ചതാണ്. അപ്പോൾ നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചു. ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്, അപ്പോൾ ആ ഒരു ആശയത്തെ ഒരു പാരഗ്രാഫിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ഇൻ ഹിസ് ടിപ്പിക്കൽ കൊളോക്കിയൽ സ്റ്റൈൽ. ഇപ്പോൾ മെൻഡിങ് വാൾ എന്ന് പറയുന്ന എന്താണ്, മതിൽ പണിയുകയാണ്, മതിൽ പണിയുന്നു എന്നുള്ള ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ആരാ എഴുതിയത്? റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ആ മനോഹരമായ കവിത എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ കൊളോക്കിയൽ സ്റ്റൈലിലാണ്. കൊളോക്കിയൽ സാധാരണ നാട്ടുഭാഷയിൽ അല്ലെ, അവരുടെ ഒരു ഭാഷയിൽ എഴുതിയതാണ്. ദ വാൾ ഇൻ ദ പോയം എമർജസ് ആസ് എ സിംബൽ ഓഫ് സെപ്പറേഷൻ ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ ദ വാൾ, ആ മതിൽ എന്ന് പറയുന്നത്, ഇൻ ദ പോയം ആ കവിതയിലെ മതിൽ എന്ന് പറയുന്നത് എമർജസ് ആസ് എ സിംബൽ ഓഫ്, അപ്പോൾ അത് ഉയർന്നു വരുന്ന ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ഓഫ് സെപ്പറേഷൻ ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ സെപ്പറേഷൻ, വേർതിരിവും വ്യത്യാസവും എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു പ്രതീകം, അതിനുള്ള ഒരു പ്രതീകമാണ് ഈ മതിൽ എന്ന് പറയുന്നത്. എ ഫെൻസ് ക്യാൻ സെപ്പറേറ്റ് വൺ പേഴ്സൺ ഫ്രം അനദർ. എ ഫെൻസ് ഒരു വേലിക്ക്, ഒരു മതിൽ അല്ലെങ്കിൽ ഒരു മതിലിന് ക്യാൻ സെപ്പറേറ്റ് വേർതിരിക്കാൻ കഴിയും വൺ പേഴ്സൺ ഫ്രം അനദർ. അപ്പോൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും. ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈസ്, അപ്പോൾ അതുമാത്രമല്ല ഇത് തിരിച്ചറിയുന്നു, ദ പ്രോപ്പർട്ടി ഓഫ് ഈച്ച് വൺ, ഓരോരുത്തരുടെയും പ്രോപ്പർട്ടിയെയും തിരിച്ചറിയുന്നു. സോ ഗുഡ് ഫെൻസസ് ക്യാൻ മേക്ക് പീപ്പിൾ ഗുഡ് നൈബേഴ്സ്. അപ്പോൾ അതാണ് എന്താ, നമ്മൾ ഈ മതിലാണ് ഓരോരുത്തരുടെ പ്രോപ്പർട്ടി, നമ്മൾ വീടുകളിലെ അല്ലേ മതിൽ കെട്ടി ഓരോരുത്തരുടെ പ്രോപ്പർട്ടി വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അതുകൊണ്ട് ഗുഡ് ഫെൻസസ് നല്ല വേലികൾ എന്താണ്, നല്ല നൈബേഴ്സ് ആക്കി, അയൽക്കാരാക്കി വെച്ചിരിക്കാൻ പറ്റും അല്ലേ. നമ്മൾ മതിലൊക്കെ കെട്ടി നല്ല സേഫായിട്ട് നമ്മുടെ വീട്ടിനകത്തിരുന്ന അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരായിട്ടൊന്നും അടിയൊന്നും വെക്കാണ്ട് വരില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വഴിത്തർക്കം, അതിർത്തി തർക്കം എന്നൊക്കെ പറഞ്ഞ് പല പല പ്രശ്നങ്ങളും വരും. വി ഓൾ ഹാവ് അവർ ഓൺ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. വി ഓൾവേസ് തിങ്ക് ദാറ്റ് അവർ പാർട്ടി ഈസ് റൈറ്റ്. ഓക്കെ, നമ്മളെപ്പോഴും കരുതുന്നത് നമ്മുടെ ഭാഗമാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരി എന്നാണ് നമ്മളെപ്പോഴും കരുതുന്നത്. വി മസ്റ്റ് കൺസിഡർ ദ ഐഡിയാസ് ഓഫ് അതേഴ്സ് ടു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടെ പരിഗണിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. സംടൈംസ് ദേ ആർ ഓൾസോ റൈറ്റ് ആൻഡ് ദേ ക്യാൻ ഗീവ് എസ് ഗുഡ് സജഷൻ. അപ്പോൾ ചില സമയത്ത് ബാക്കിയുള്ള അവരും എന്താണ് നല്ലതായിരിക്കും, അവർ പറയുന്നതായിരിക്കും ശരിയായിരിക്കും. അതുമാത്രമല്ല അതിലൂടെ നമുക്ക് ചിലപ്പോൾ നല്ല ആശയം കിട്ടിയേക്കാം എന്നാണ് പറയുന്നത്. അവരുടെ നിർദ്ദേശങ്ങളിലൂടെ അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ തരാൻ കഴിയും. Despite our differences in opinions, we must consider the neighbors with compassion. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഡിസ്പൈറ്റ് എന്താണ്, കൂടാതെ അവർ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻസ്, അതായത് നമ്മുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസമൊക്കെ വന്നിരുന്നാലും വി മസ്റ്റ് കൺസിഡർ നെയ്ബേഴ്സ് വിത്ത് കമ്പാഷൻ. അത് നമ്മൾ നമ്മുടെ അയൽക്കാരെ എന്താണ് ദയോടെ നോക്കണം എന്നാണ് പറയുന്നത്. ഇഫ് ദേ നീഡ് എനി ഹെൽപ്പ് ഫ്രം us, വി മസ്റ്റ് ഗീവ് ദം അവർ ഹെൽപ്പ്. അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ നമ്മൾ അവർക്ക് സഹായമൊക്കെ ചെയ്തു കൊടുക്കണം എന്നും. എ ഫെൻസ് ഈസ് എ ഗുഡ് ഫോർ അവർ പ്രൊട്ടക്ഷൻ ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഓൺലി ഫോർ അവർ പ്രൊട്ടക്ഷൻ, നോട്ട് ഫോർ സെപ്പറേറ്റിംഗ് അസ് ഫ്രം അതേഴ്സ്. അതായത് എ ഫെൻസ് ഈസ് ഗുഡ് ഫോർ അവർ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒരു വേലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മതിലെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഓൺലി ഫോർ അവർ പ്രൊട്ടക്ഷൻ. പക്ഷേ ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായിരിക്കണം. നോട്ട് ഫോർ സെപ്പറേറ്റിംഗ് അസ് ഫ്രം അതേഴ്സ്. എന്താണ്, അതായത് നമ്മളെ അവരിൽ നിന്ന് എന്നേക്കുമായി വേർതിരിച്ചെടുക്കുന്ന തരത്തിലുള്ളതായിരിക്കരുത്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ആയിരിക്കണം എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു വിറ്റ്നസ് ദ കോൺടെസ്റ്റ് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഇമാജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ. അപ്പം സങ്കല്പിക്കുക, നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറാണ്, അതായത് ന്യൂസ് പേപ്പറിൽ പത്രവാർത്ത എഴുതുന്നില്ലേ, അയാളാണെന്ന് സങ്കല്പിക്കുക. ആൻഡ് യു വിറ്റ്നസ് ദ കോൺടെസ്റ്റ് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ്. അപ്പോൾ അമിഗോ ബ്രദേഴ്സിന് ഇടയ്ക്കുള്ള ആ ഒരു മത്സരം, അതായത് എന്താണ് ഗുസ്തി അല്ലേ, ആ മത്സരം നമ്മൾ കാണുകയാണ്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പത്രവാർത്തയായിട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതെങ്ങനെ എഴുതാം? ഇപ്പോൾ പത്രവാർത്തയ്ക്ക് നമുക്ക് ഒരു നല്ലൊരു ആകർഷകമായിട്ടുള്ള ഹെഡിങ് വേണം, പിന്നെ സ്ഥലവും വേണം, പിന്നെ ആ ഒരു കാര്യങ്ങളുള്ളടക്കങ്ങൾ ഭയങ്കര ദീർഘിപ്പിക്കാതെ ചുരുക്കി എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഹെഡിങ് എങ്ങനെ കൊടുക്കാം? ഫാൻസ് ടേൺഡ് ആസ് അമിഗോ ബ്രദേഴ്സ് എക്സിറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ്.
ഇപ്പോൾ ഫാൻ സ്റ്റണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ എന്താണ് ഫാൻസ് എന്ന് വെച്ചാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആരാധകർ സ്റ്റണ്ട് ഇങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്. അമിഗോ ബ്രദേഴ്സ് എക്സിറ്റ്. അമിഗോ ബ്രദേഴ്സ് പുറത്തു പോയി, ഹാൻഡ് ഇൻ ഹാൻഡ്, അതായത് തോളോട് തോൾ കൈയോട് കൈ ചേർത്ത് അവർ പുറത്തോട്ട് പോയപ്പോൾ ഈ ഫാൻസ് എല്ലാം അമ്പരന്നിങ്ങനെ നോക്കുമായിരുന്നു എന്നാണ് അവിടെ ഹെഡിങ്. എന്നിട്ട് സ്ഥലം കൊടുത്തു, ന്യൂയോർക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കാം. ഓക്കെ, അപ്പം ന്യൂയോർക്ക് എന്ന് കൊടുത്തു. എന്താണ്? ദ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബോക്സിംഗ് ബൗട്ട് ബിറ്റ്വീൻ ഫെലിക്സ് വാഗാസ് ആൻഡ് അന്റോണിയോ ക്രൂയിസ് എൻഡഡ് ഇൻ എ ഡിസ്പ്ലേ ഓഫ് ബ്രദർഹുഡ് ദാറ്റ് സർപാസ്ഡ് ദ സ്പോർട്ട് ഇറ്റ് സെൽഫ്. ദ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ബോക്സിംഗ്, അതായത് ഭയങ്കര പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന ആ ബോക്സിംഗ് ബൗട്ട് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള, ഫെലിക്സ് വാഗാസും അന്റോണിയോ ക്രൂസും തമ്മിലുള്ള ആ ഒരു ബോക്സിംഗ് എൻഡഡ് അവസാനിച്ചു ഇൻ എ ഡിസ്പ്ലേ ഓഫ് ബ്രദർഹുഡ്. അപ്പോൾ ഒരു എന്താണ്, സഹോദര സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കരണത്തിലൂടെ അവസാനിച്ചു. ദാറ്റ് സർപാസ് ദ സ്പോർട്ട് ഇറ്റ് സെൽഫ്, അത് ആ ഒരു സ്പോർട്ടിനെ ആ ഒരു കായിക സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു എന്നാണ് പറയുന്നത്. ആഫ്റ്റർ 3 rounds ഓഫ് പണിഷിംഗ് കമ്പാറ്റ് വെയർ നെയ്തർ ഫ്രണ്ട് ഹെൽഡ് ബാക്ക്, ദ റെഫറി ടേൺ ടു അനൗൺസ് ദ വിന്നർ. അപ്പോൾ ആഫ്റ്റർ 3 rounds ഓഫ് പണിഷിംഗ് കോമ്പാറ്റ് വെയർ നെയ്തർ ഫ്രണ്ട് ഹെൽഡ് ബാക്ക്, അപ്പോൾ എന്താണ് 3 round കഴിഞ്ഞപ്പോഴും എന്താണ് അവർ പിന്നോട്ട് നിന്നില്ല. ദ റെഫറി ടേൺ ടു അനൗൺസ് ദ വിന്നർ. അപ്പോൾ എന്താണ്, റെഫറി ഇങ്ങനെ വിന്നറിനെ അനൗൺസ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഹൗ എവർ ദ റിംഗ് വാസ് എംപ്റ്റി. പക്ഷേ അപ്പോഴത്തേക്കും എന്താണ്, റിംഗ് എന്ത് ചെയ്തു, ശൂന്യം, അതായത് ആ ബോക്സ് നടന്ന സ്ഥലം എംപ്റ്റി ആയി. ദ അമിഗോ ബ്രദേഴ്സ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ് ടുഗദർ. അമിഗോ ബ്രദേഴ്സ് എന്താണ് ആ റിംഗിൽ നിന്ന് ഒരുമിച്ച് അവർ അവിടെ നിന്ന് വിട്ടുപോയി. പ്രൂവിങ് ദാറ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ് വാസ് ഫാർ മോർ വാല്യുബിൾ ദാൻ എനി ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ. ഓക്കെ, പ്രൂവിങ് ദാറ്റ് എന്താ തെളിയിച്ചത്? പ്രൂവിങ് ദാറ്റ് ദെയർ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സുഹൃത്ത് ബന്ധമാണ്, വാസ് ഫാർ മോർ വാല്യുബിൾ, അതാണ് ഏറ്റവും മൂല്യവത്തായത്, ദാൻ ഏതിനേക്കാൾ, എനി ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ, ഏതൊരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലിനെക്കാട്ടിലും ഏറ്റവും മൂല്യവത്തായത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് അവർ പോയത് എന്നാണ് പത്രവാർത്തയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് 20 to 25 അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 സ്കോർ. അപ്പോൾ 20 മുതൽ 25 വരെയുള്ള അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 സ്കോർസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? 20 ക്വസ്റ്റ്യൻ നോക്കാം. റോബർട്ട് ബാൾവിൻ ഇൻ ദ അവർ ഓഫ് ട്രൂത്ത് സ്റ്റാൻഡ്സ് ആസ് ആൻ എപ്പിറ്റോം ഓഫ് ഹോണസ്റ്റി ത്രൂ ഔട്ട് ദ പ്ലേ, അല്ലേ? അപ്പോൾ റോബർട്ട് ബാൽവിൻ, അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ആ കഥാപാത്രം എന്ന് വെച്ചാൽ എന്താ, സത്യസന്ധനായി തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു ആ പ്ലേയിൽ, നാടകത്തിൽ, അല്ലേ? ഹിസ് ഡിസിഷൻസ് ആർ നെവർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്. അപ്പോൾ ഹിസ് ഡിസിഷൻസ്, അവൻ്റെ തീരുമാനങ്ങൾ, ആർ നെവർ ഇൻഫ്ലുവൻസ്ഡ്, അതായത് ഒരിക്കലും സ്വാധീനിച്ചില്ല ബൈ എനി ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓഫീസേഴ്സിനെ കൊണ്ടും അവനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൾവിൻ. അപ്പോൾ റോബർട്ട് ബാൾവിനെ കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റോബർട്ട് ബാൽവിൻ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്. അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന എന്താണ്, ആ ഒരു പ്ലേയിലെ മെയിൻ കഥാപാത്രമാണ് റോബർട്ട് ബാൽവിൻ. ഹീ ഈസ് റിയലി ട്രൂ ടു ഹിസ് സെൽഫ് ആൻഡ് കോൺഷ്യസ്. അപ്പോൾ അവൻ എന്താണ് സത്യസന്ധനായിരുന്നു, അവനോട് തന്നെ നീതി പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹി സ്ട്രഗിൾസ് ടു കീപ്പ് ഓൺ ടു ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. അപ്പോൾ അവൻ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട്. എന്തിനാണ്? ടു കീപ്പ് ഓൺ ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താണ് ആ സത്യസന്ധപരമായിട്ടുള്ള ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ്, അവസാനം, ഹി പ്രൂവ്സ് ദാറ്റ്, അദ്ദേഹം തെളിയിക്കുന്നു, ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. അപ്പോൾ എന്താണ്, അവസാനം സത്യം തന്നെ വിജയിക്കുമെന്ന്, സത്യം നിലനിൽക്കുമെന്ന് അല്ലെങ്കിൽ ഉയർന്നു വരുമെന്ന് അയാൾ തെളിയിക്കുന്നു. He was working under Mr. Grisham for 35 years as a bank employee. അപ്പോൾ എന്താണ്, ഹി വാസ് വർക്കിംഗ് അണ്ടർ മിസ്റ്റർ ഗ്രിഷാം. അപ്പോൾ മിസ്റ്റർ ഗ്രിഷാമിൻ്റെ കീഴിൽ 35 വർഷത്തോളം ഒരു ബാങ്ക് ജീവനക്കാരനായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. വൺ ഡേ ദ ബാങ്ക് ഗോട്ട് wrecked. അപ്പോൾ എന്താണ്, ഒരു ദിവസം ബാങ്ക് കടക്കിണിയിലായി. There was a general suspicion about Baldwin's involvement in wrecking the ഓഫ് ദ ബാങ്ക്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ സാധാരണ രീതിയിലുള്ള ഒരു സസ്പീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സംശയമുണ്ടായി, ബാൾവിൻ്റെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ഇതിൽ ബാങ്ക് കൊള്ളയിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് ഒരു സംശയം വന്നു.
അറ്റ് ഫസ്റ്റ് ഈവൻ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഡൗട്ടഡ് ഹിം. അറ്റ് ഫസ്റ്റ് ആദ്യം അവൻ്റെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള അംഗങ്ങൾ വരെ അദ്ദേഹത്തെ സംശയിച്ചു. ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ മോർ ദാൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗ്രഷാം. അപ്പോൾ പക്ഷെ അയാളെന്ന് വെച്ചാൽ ഹി വാല്യൂസ് ഹിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അയാളുടെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, തത്വങ്ങളുണ്ട്. അത് അയാളുടെ ഗ്രഷാം എന്ന് പറയുന്ന അദ്ദേഹത്തെ കൂട്ടുകാരനേക്കാൾ ഉപരി അയാളുടെ പ്രിൻസിപ്പിൾസിനെ വാല്യൂ ചെയ്യുന്നു, അതായത് മൂല്യം കൽപ്പിച്ചിരുന്നു. സോ ഹി റിജക്റ്റഡ് ദ ബ്രീബ് ഓഫേർഡ് ബൈ ഗ്രഷാം. അപ്പോൾ ഗ്രഷാം അവന് ഓഫർ ചെയ്ത ആ കാശ് അവൻ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, കൈക്കൂലിയായിട്ട് കൊടുക്കാൻ നിന്നത്. ഈവൻ ഹിസ് ഫാമിലി മെമ്പേഴ്സ് വെയർ ടെംപ്റ്റഡ്, ബാൽവിൻ വാസ് ഫേം ഇൻ ഹിസ് ഡിസിഷൻ. അപ്പോൾ ഈ കാശൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കഥ വായിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഫാമിലി മെമ്പേഴ്സ് വരെ ഒന്ന് ഒരു ചായ്വ് വന്നു അല്ലേ, ആ കാശ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാൽവിനെ കുറ്റം പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും ബാൽവിൻ എന്ത് ചെയ്തു, അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരുന്നു. റോബർട്ട് ബാൽവിൻ വാസ് വെരി ഹോണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ. റോബർട്ട് ബാൽവിൻ ആയിരുന്നു വെരി ഓണസ്റ്റ്, വളരെ സത്യസന്ധനും ട്രൂത്ത്ഫുൾ സത്യസന്ധനും പിന്നെന്താണ് അവൻ സത്യത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഹി ലെഡ് എ വെരി സിമ്പിൾ ബട്ട് സാറ്റിസ്ഫൈഡ് ലൈഫ്. അദ്ദേഹം നയിച്ചു എ വെരി സിമ്പിൾ, വളരെ ലളിതവും ബട്ട് സാറ്റിസ്ഫൈഡ്, പക്ഷേ തൃപ്തികരമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഹി നെവർ കംപ്ലൈൻഡ് ഓഫ് ഹിസ് പുവർ വേജസ്. അപ്പോൾ അവൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല അവൻ്റെ പുവർ വേജസ്. അപ്പോൾ അവൻ്റെ കുറഞ്ഞ ശമ്പളത്തെക്കുറിച്ചോ ഒന്നും അവൻ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. ഹി വാസ് സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവൻ വളരെ സത്യസന്ധതയുള്ളതും കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു. സോ ഹി വാസ് റിവാർഡഡ് ഫോർ ഹിസ് സിൻസിയാരിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് അറ്റ് ദ എൻഡ് ബൈ ബീയിങ് ഓഫേർഡ് ദ ജോബ് ഇൻ ദ തേർഡ് നാഷണൽ ബാങ്ക്. സോ അതുകൊണ്ട് ഹി വാസ് റിവാർഡഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിഫലം കിട്ടി അദ്ദേഹം ഫോർ ഹിസ് സിൻസിയാരിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്കൊരു പ്രതിഫലം കിട്ടി അറ്റ് ദ എൻഡ്. അപ്പോൾ അവസാനം ബൈ ബീങ് ഓഫേർഡ് ദ ജോബ് ഇൻ ദ തേർഡ് നാഷണൽ. അപ്പോൾ തേർഡ് നാഷണൽ ബാങ്കിൽ ജോലി ഓഫർ ചെയ്ത് അയാളുടെ സത്യസന്ധതയ്ക്ക് പ്രതിഫലം കിട്ടി എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയാൽ മതി, നമുക്ക് ക്യാരക്ടർ സ്കെച്ചായി. ഓക്കെ, ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ റൈറ്റ് അപ്പോൺ ദ 3 L's ഓഫ് എംപവർമെന്റ് പ്രൊപ്പൗണ്ടഡ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ. ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് എഴുതാനാണ് നമ്മളെടുത്ത് പറയാണ് 3 L's ഓഫ് എംപവർമെന്റ്. അപ്പോൾ ശാക്തീകരണത്തിലെ 3 L'കൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനാണ്, ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? The 3 L's of women empowerment are learning, labor and leadership. അപ്പോൾ വനിതാ ശാക്തീകരണത്തിലെ 3 L'കളാണ് ഏത്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വിദ്യാഭ്യാസം അല്ലേ, നമ്മൾ അറിവ് സമ്പാദിക്കുക. പിന്നെന്താണ്? ലേബർ തൊഴിൽ. ആൻഡ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നേതൃത്വ പാടവം. നമ്മൾ ഒരാളെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത് ബാക്കി നോക്കാം. ലേണിംഗ് ഹെൽപ്സ് വുമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ഈ ലേണിംഗ് ഹെൽപ്സ് വുമൻ, അപ്പോൾ വനിതകൾ എന്തിനു സഹായിക്കുന്നു? ടു ഹെൽപ്പ് ദംസെൽസ്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം, നമുക്ക് അറിവ് നേടുന്നതിലൂടെ നമ്മളെ തന്നെ സഹായിക്കുകയാണ്. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്താണ്? ഒഴിവാക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും ഈ ലേണിങ്ങിലൂടെ. ഇനി അടുത്തെന്താണ്? ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ ലേബർ എന്ന് വെച്ചാൽ തൊഴിൽ എന്തിനാ സഹായിക്കുന്നത്? വുമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ്. അപ്പോൾ എന്താണ്? നമ്മൾ പുഷ്ടി പ്രാപിക്കാനും പിന്നെന്താണ്? അച്ചീവ്, നേടാനും, നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ, നമ്മുടെ യഥാർത്ഥ കഴിവെന്താണെന്ന് നേടാൻ വേണ്ടിയിട്ടും അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വേദി കൂടെയാണ് ലേബർ. ലീഡർഷിപ്പ് എനേബിൾസ് വുമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ നേതൃത്വ പാടവം. എനേബിൾസ് സഹായിക്കുന്നത് എന്തിനാണ്? വുമൻ ടു റൈസ്, സ്ത്രീകളെ ഉയർന്നു വരാനും, പിന്നെന്താണ്? ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ്, അതായത് നമ്മുടെ ആന്തരികമായി നമുക്കുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഉയർന്നു വരാനും
നമ്മുടെ കഴിവുകളെ നമുക്ക് പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് എ വുമൻ ലിബറേറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു വനിതയെ ശാക്തീകരിക്കുന്നതിൽ വേണ്ടുന്ന 3 ഘടകങ്ങളെന്ന് പറയുന്നത് ഈ 3 എല്ലുകളാണ്. ഓക്കെ, ദ എഡ്യൂക്കേറ്റഡ് എംപവേർഡ് വുമൻ ഹാവ് എ ഗ്രേറ്റ് റോൾ ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ. ദ എഡ്യൂക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? വിദ്യാഭ്യാസമുള്ളതും എംപവേർഡ് വുമൻ ശാക്തീകരിക്കപ്പെട്ടതുമായ സ്ത്രീകൾക്ക് ഹാവ് ഉണ്ട് എ ഗ്രേറ്റ് റോൾ, വലിയ പങ്കുണ്ട് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് നേഷൻ. അതായത് ഒരു നമ്മുടെ നേഷൻ, നമ്മുടെ രാജ്യത്തെ സ്ട്രോങ് ആക്കുന്നതിൽ ഒരു വിദ്യാഭ്യാസം നേടിയതും എംപവേർഡ് ആയിട്ടുള്ള വുമനും പങ്കുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വുമൻ. അപ്പോൾ അടുത്ത തലമുറ എന്ന് പറയുന്നത് ആരുടെ കൈകളിലാണ്? സ്ത്രീകളുടെ കൈകളിലാണ്. അതായത് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അടുത്തൊരു തലമുറ, ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതിലൂടെ, ജന്മം കൊടുത്തത് കൊണ്ട് മാത്രമല്ല ആ കുഞ്ഞിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിശക്തി അല്ലെങ്കിൽ ഒരു ആത്മപാഠവം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. There is an African proverb, if you educate a boy, you train a man. If you educate a girl, you train a village. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ആഫ്രിക്കൻ പ്രോവർബ്, ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറയാണ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, ഇപ്പം നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ യു ട്രെയിൻ എ മാൻ, ഒരു മനുഷ്യനാക്കി തീർക്കുന്നു അല്ലേ? നിങ്ങൾ പഠിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, അതായത് നിങ്ങളൊരു ഗ്രാമത്തെ പടുതുയർത്തുകയാണെന്നാണ് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആഫ്രിക്കൻ പ്രോവർബാണ്. ഫ്രം ദിസ്, അതിൽ നിന്നും വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ് എഡ്യൂക്കേഷൻ ടു വുമൻ. അപ്പോൾ ഈ ഒരു പ്രോവർബിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിൻ്റെ പങ്കെന്താണെന്ന്. സോ വുമൻ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് ദസ് ബി എംപവേർഡ് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സമ്പന്നയായിരിക്കണം, അതുപോലെ ശാക്തീകരിക്കപ്പെട്ടതുമായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എനി വുമൻ. അപ്പോൾ എനി വുമൻ എന്ന് പറയുന്ന പോയം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആ പോയത്തിലെ അപ്രിസിയേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. അത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാനാണ്. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത്? ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേന്ദ്ര ആശയം കറക്റ്റായിട്ട് എഴുതണം. പിന്നെ അതിലെന്തെങ്കിലും അതിൻ്റെ സിഗ്നിഫിക്കൻസസ്, അതിൻ്റെ പ്രതീകങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം. പിന്നെ അതിനകത്തുള്ള പൊയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പഠിച്ച മെറ്റഫർ, സിമിലി, അതുപോലത്തതൊക്കെ എഴുതണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് അതെഴുതണം. പിന്നെ നമ്മളോട് ആ ഓഥർ എന്താണ് അതിലൂടെ പറയുന്നതെന്ന് എഴുതാം, അതൊക്കെ വേണം. പിന്നെ എന്താണ് നമ്മളുടെ ക്രിട്ടിക്കൽ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഞാനൊരു അപ്രിസിയേഷൻ എഴുതുന്നുണ്ട്. നിങ്ങൾക്കത് ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ കുറച്ചൊക്കെ എഴുതാം. ഓക്കെ, പക്ഷേ 6 മാർക്കിന് ഉള്ള കണ്ടന്റ് വേണം. ഓക്കെ, എനി വുമൻ ഈസ് എ പോയം റിട്ടൺ ബൈ കാതറിൻ ടിനാൻ. ഓക്കെ, അപ്പോൾ എനി വുമൺ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് എഴുതിയത് കാതറിൻ ടിനാൻ എന്ന് പറഞ്ഞു. ഷീ വാസ് എ ഐറിഷ് ബോൺ റൈറ്റർ നോൺ മെയിൻലി ഫോർ ഹെർ നോവൽസ് ആൻഡ് പോയട്രി. അപ്പോൾ ആ കവിത എഴുതിയിരിക്കുന്ന അവളെന്ന് പറഞ്ഞാൽ ഐറിഷ് ബോൺ റൈറ്ററാണ്. പിന്നെന്താണ് മെയിൻലി ഫോർ, അവൾ മെയിനായിട്ട് എന്തൊക്കെയാണ് നോവലും പോയട്രി ഒക്കെയാണ് എഴുതുന്നത്. ഹെർ ഹ്യൂമൻ സിമ്പത്തി ഈസ് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റൻറ്റ്. അവളുടെ ഹ്യൂമൻ സിമ്പത്തി ഈസ് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മനുഷ്യനോടുള്ള അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്? കീൻ വ്യക്തവും, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ടെൻഡറാണ്, പിന്നെ കീനാണ്, വാം ആണ്, പിന്നെന്താ പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് അവളുടെ ആ ഒരു ഹ്യൂമൻ സിമ്പത്തി എന്ന് പറയുന്നത്. ദിസ് പോയം എനി വുമൻ പ്രസൻസ് ദ ഓൾ എംബ്രേസിങ് പവർ ഓഫ് എ വുമൻ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. അപ്പോൾ ദിസ് പോയം, അപ്പോൾ ഈ കവിത ഏത് കവിതയാണ്? എനി വുമൻ എന്ന് പറയുന്ന ഈ കവിത പ്രസൻസ് അവതരിപ്പിക്കുന്നു ദ ഓൾ എംബ്രേസിങ് പവർ ഓഫ് എ വുമൻ. അപ്പോൾ ഒരു സ്ത്രീയുടെ
എല്ലാ പവറുകളും ശക്തിയും കാണിക്കുകയാണ്. ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. അപ്പോൾ ഒരു കുടുംബത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിൽ ഒരു സ്ത്രീയുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് എനി വുമൻ എന്ന് പറയുന്ന കവിത. വുമൻ ഡു ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദെയർ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ വുമൻ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദെയർ ഫാമിലി. അപ്പോൾ എപ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആൻഡ് ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ് എപ്പോഴും നിലകൊള്ളുന്നത് അല്ലേ. ദേ ഓൾവേസ് സപ്പോർട്ട് ദെയർ ഫാമിലി. അവരെപ്പോഴും അവരുടെ ഫാമിലി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് as it happens in so many cases they are often not supported by the menfolk. പക്ഷേ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ മെൻഫോക്ക് അതായത് സ്ത്രീകൾ ഇങ്ങനെ കുടുംബത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിൽ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മെൻഫോക്ക് എന്ന് വെച്ചാൽ പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് അത്ര ചിന്തിക്കുന്നില്ല, അവരിതുപോലെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ദിസ് പോയം ഈ കവിതയിൽ ദ വുമൻ ഈസ് കമ്പയർഡ് ടു ദ പില്ലേഴ്സ് ഓഫ് ഹർ ഫാമിലി. അപ്പോൾ ഇവിടുത്തുള്ള ഈ സ്ത്രീയെ എന്താണ് പില്ലേഴ്സ് ഓഫ് ഹർ ഫാമിലി. അപ്പോൾ കുടുംബത്തിൻ്റെ നെടും തൂണുകളായിട്ടാണ് ആ സ്ത്രീയെ അവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഷീ വർക്ക്സ് ഫോർ ഹർ ചിൽഡ്രൻ ബിക്കോസ് ഷീ ബിലീവ്സ് ദാറ്റ് വിത്തൗട്ട് എ മദർ ഗുഡ് ചിൽഡ്രൻ കനോട്ട് ബി ഷേപ്ഡ്. അപ്പോൾ ഷീ വർക്ക്സ് ഫോർ ഹർ ചിൽഡ്രൻ. അവൾ അവളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഷീ ബിലീവ്സ് ദാറ്റ് അവൾ വിശ്വസിക്കുകയാണ് വിത്തൗട്ട് എ മദർ ഒരു അമ്മയില്ലാതെ ഗുഡ് ചിൽഡ്രൻ കനോട്ട് ബി ഷേപ്ഡ്. അപ്പോൾ ഒരു നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റില്ല. ഇൻ ഹർ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് ഷീ ഹാസ് ടു ഡു ഓൾ തിങ്സ്. അപ്പോൾ ഇൻ ഹർ ഹൗസ് അവളുടെ വീട്ടിൽ ഫ്രം ഫ്ലോർ ടു റൂഫ് അപ്പോൾ തറ മുതൽ മേൽക്കൂര വരെ നോക്കുവാണെങ്കിൽ ഷീ ഹാസ് ടു ഡു ഓൾ തിങ്സ്. അപ്പോൾ അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഷീ സ്റ്റാൻഡ്സ് ആസ് എ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ് ആൻഡ് ഷീ ഓൾസോ ട്രൈസ് ടു ആക്ട് ആസ് എ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ ഓഫ് ട്രബിൾസ് ദാറ്റ് മേ അഫ്ലിക്ട് ദ ഫാമിലി. അപ്പോൾ ഷീ സ്റ്റാൻഡ്സ് ആസ് എ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. അപ്പോൾ എല്ലാ അപകടകരമായ കാര്യങ്ങളിൽ നിന്നും അവളൊരു മതിൽ പോലെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുവാണ്. മാത്രമല്ല ഷീ ഓൾസോ ട്രൈസ് ടു ആക്ട് ആസ് എ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ്. അപ്പോൾ കാറ്റും മഞ്ഞിനും എതിരായിട്ടുള്ളൊരു വാതിൽ പോലെ അത് സംരക്ഷിച്ച് നിർത്തുന്നതും ഈ സ്ത്രീ തന്നെയാണ്. Okay, towards the end of the poem, she prays to God that she should be allowed to go on living till her children grow up. അപ്പോൾ towards the end of the poem, അപ്പോൾ ഈ കവിതയുടെ അങ്ങറ്റം എൻ്റെ അവസാനം വരെയും ഷീ പ്രേസ് ടു ഗോഡ്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ദാറ്റ് ഷീ ഷുഡ് ബി അലൗഡ് ടു ഗോ ഓൺ ലിവിങ് ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ അപ്പ്. അപ്പോൾ തൻ്റെ കുട്ടികൾ വളർന്നൊരു കര പറ്റുന്നതുവരെ തനിക്കൊന്നും പറ്റരുതേ, അതുവരെ അവൾ ജീവിച്ചിരിക്കണം എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കവിതയെക്കുറിച്ച് പറഞ്ഞു. ഇനി അതിനകത്തുള്ള കുറച്ച് കവിതയിലെ പൊയറ്റിക് ഡിവൈസസ് അതൊക്കെ നോക്കാം അടുത്ത സ്റ്റെപ്പ്. ദിസ് പോയം കണ്ടെയ്ൻസ് 6 സ്റ്റാൻസാസ്. അപ്പോൾ ഈ കവിതയിൽ 6 സ്റ്റാൻസ ഉണ്ട്. ഈച്ച് സ്റ്റാൻസ കണ്ടെയ്ൻസ് 4 ലൈൻസ്. ഓരോ സ്റ്റാൻസയിൽ ഓരോ ഖണ്ഡികയിൽ എത്രയാണ് 4 വരികൾ വീതമുണ്ട്. ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദിസ് പോയം ആർ സിമ്പിൾ. അപ്പോൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്ന് വെച്ചാൽ വളരെ ലളിതമുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ഈസ് യൂസ്ഡ് ഹിയർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ പോയം ഫോളോസ് ദ റൈം സ്കീം ABAB എക്സെപ്റ്റ് ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ് ഒഴികെ ബാക്കി എല്ലാത്തിനും ABAB എന്ന് പറയുന്ന റൈം സ്കീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈം സ്കീമൊക്കെ അറിയാമല്ലോ, അതൊക്കെ നമ്മൾ പൊയറ്റിക് ഡിവൈസിൽ പഠിച്ചതാണ്. ലാസ്റ്റിൽ അത് അറിഞ്ഞിടാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് നോക്കുന്നത് റൈം സ്കീം. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം പൊയറ്റിക് ഡിവൈസസ് വെച്ചിട്ട്. ഓക്കെ, മിക്കവർക്കും അത് അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ദ പോയം റീഐട്രേറ്റ്സ് ദാറ്റ് എവറി വുമൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹെർ ഫാമിലി. അപ്പോൾ ഈ കവിത നമുക്ക് ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവറി വുമൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹെർ ഫാമിലി. അപ്പോൾ അവളുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ബട്ട് എ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഈസ് റേസ്ഡ് ബൈ ദ പോയറ്റ്, ഡു വുമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ. അപ്പോൾ പക്ഷേ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ പോയറ്റ് ഉയർത്തി കാണിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഡു വുമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ. ഓക്കെ, അപ്പോൾ ആണുങ്ങളുടെ അതേപോലെ തുല്യ പദവി സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ആണ് ചോദ്യം.
വിമൻ ആൾവേസ് വർക്ക് ഫോർ ദെയർ ഫാമിലി. അപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ബട്ട് ദേ നെവർ ഗെറ്റ് എനി വേജ് ഓർ സാലറി ഫോർ സച്ച് വർക്ക്സ്. പക്ഷേ ആ സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു ശമ്പളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിവറേജോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല, വരുമാനം അതിലൂടെ കിട്ടുന്നില്ല. ദേ ആൾവേസ് വർക്ക് വെരി ഹാർഡ്, സാക്രിഫൈസ് ദെയർ ഫ്രീഡം ആൻഡ് നീഡ്സ് ഫോർ ദെയർ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ദേ ആൾവേസ് വർക്ക് വെരി ഹാർഡ്, അവരെപ്പോഴും കഠിനമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സാക്രിഫൈസ് ദെയർ ഫ്രീഡം, എന്താണ് സാക്രിഫൈസ്, ത്യജിക്കുന്നു, അവരുടെ ആ സ്വാതന്ത്ര്യം തന്നെ ത്യജിക്കുന്നു. ആൻഡ് നീഡ്സ്, അപ്പോൾ അവരുടെ ആവശ്യങ്ങളും ത്യജിക്കുവാണ്. ഫോർ ദെയർ ഫാമിലി ആൻഡ് ചിൽഡ്രൻ, അവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി അവരുടെ സ്വാതന്ത്ര്യവും പിന്നെ അവരുടെ ആഗ്രഹങ്ങളും എല്ലാം ത്യജിക്കുകയാണ്. സോ വി ഓ ടു അഡ്മയർ ദം. സോ അതുകൊണ്ട് നമ്മൾ അവരെ അഡ്മയർ ചെയ്യണം. ആൻഡ് കെയർ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ എന്താണ് സംരക്ഷിക്കണം. ദേ ഗീവ് അസ് ഓൾ സപ്പോർട്ട്, അവരാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകുന്നത്. ദെയർഫോർ, അതുകൊണ്ട് ദേ ടു എക്സ്പെക്റ്റ് അവർ സപ്പോർട്ട്, അതുകൊണ്ട് അവരും നമ്മുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. In the story Crime and Punishment, R.K. Narayan reflects the attempts of a teacher to please his troubled student. അല്ലേ? ഇൻ ദ സ്റ്റോറി, അപ്പോൾ കഥയിൽ ഏതാ കഥ? ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന കഥയിൽ അതിൻ്റെ ഓഥർ ആരാണ്? R.K. നാരായൺ. ഓക്കെ, R.K. നാരായൺ റിഫ്ലക്ട്സ് ദ അറ്റംപ്റ്റ്സ് ഓഫ് എ ടീച്ചർ. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ശ്രമങ്ങളാണ് ടു പ്ലീസ് ഹിസ് ട്രബിൾഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു ട്രബിൾഡ് സ്റ്റുഡൻറ്റിനെ പ്ലസൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചറിൻ്റെ ശ്രമങ്ങളാണ് അവിടെ പറയുന്നത്. റൈറ്റ് ദ റിവ്യൂ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ ക്ലാസ് ബ്ലോഗ്. ഓക്കെ, അപ്പോൾ ബ്ലോഗ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ റൈറ്റ് ദ റിവ്യൂ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി, അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിയുടെ റിവ്യൂ തയ്യാറാക്കാനാണ് ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ ക്ലാസ് ബ്ലോഗ്. അപ്പോൾ ക്ലാസ് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ബ്ലോഗ് തയ്യാറാക്കണം? അപ്പോൾ ബ്ലോഗ് തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ, ബ്ലോഗ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ഒരു ഹെഡിങ് വേണം, പിന്നെ ആ ബ്ലോഗ് ഇത് പബ്ലിഷ് ചെയ്യുന്ന ആ ഡേറ്റ് വേണം, അത് കഴിഞ്ഞ് ആരാണോ അത് തയ്യാറാക്കിയത് ആ ഒരു വ്യക്തിയുടെ പേരും വേണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒരു മോഡലാണിത്. അപ്പം ഞാനിങ്ങനെ ഒരു ഹെഡിങ് ടൈറ്റിൽ കൊടുത്തതാണ്, എന്താണ്? ദ തഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഡിസിപ്ലിൻ ആൻഡ് ഇൻ്റലിജൻസ്, എ റിവ്യൂ ഓഫ് R.K. നാരായൺസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇത്? തഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വടംവലി, നമുക്കറിയാം അല്ലേ, വടംവലിയാണ്. ബിറ്റ്വീൻ, തമ്മിൽ, എന്തൊക്കെ തമ്മിലുള്ളതാണ്? ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഒരു മര്യാദ പഠിപ്പിക്കുക, അതും എന്താണ്? ആൻഡ് ഇൻ്റലിജൻസ്, അമിത ലാളന, അമിതമായി കൊഞ്ചിച്ചിങ്ങനെ ലാളിക്കില്ല, അതും. ഓക്കെ, എന്നിട്ട് എന്താ? അതാണ് ഹെഡിങ്. അപ്പോൾ എന്താണ്? ശിക്ഷണവും അമിത ലാളനയും തമ്മിലുള്ള വടംവലി. R.K. നാരായണൻ്റെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു അവലോകനം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഡേറ്റ് കൊടുത്തു. ഞാൻ ഇന്ന് എക്സാം കഴിഞ്ഞ് ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്, February 17, 2026 എന്ന് കൊടുത്തു. ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതിയ ആരാന്ന് ഇവിടെ വിനീഷ് എന്ന് എഴുതിയിരിക്കുക. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് വിനീഷ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ മാറ്റി എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ആ റിവ്യൂ കൊടുക്കണം. The story revolves around a teacher's desperate attempt to educate a mischievous and pampered boy. The story, അപ്പോൾ ഈ കഥ റിവോൾവ്സ് എന്ന് വെച്ചാൽ ഈ കഥ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഏതിന് ചുറ്റിപ്പറ്റിയുള്ളതാണ്? അറൗണ്ട് എ ടീച്ചേഴ്സ് ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ എന്താണ്? ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്, അതായത് നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ നിരാശാപൂർവമായ ശ്രമം ടു എഡ്യൂക്കേറ്റ് എ മിസ്ചീവസ് ആൻഡ് പാമ്പേർഡ് ബോയ്, ഒരു വികൃതിയും പിന്നെ പാമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ചിച്ച് ലാളിച്ച് അമിത ലാളനയിൽ വളർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. After losing his patience and slapping the child for failing a simple math problem 16x3, the teacher finds himself trapped in a കോമിക്കൽ ബ്ലാക്ക് മെയിൽ സൈക്കിൾ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ലളിതമായ കണക്കുണ്ട് 16x3 എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം തെറ്റിച്ചതിന് ക്ഷമ നശിച്ച അധ്യാപകൻ കുട്ടിക്ക് ഒരു തല്ലു കൊടുക്കുന്നു. തുടർന്നുണ്ടായ രസകരമായ ബ്ലാക്ക് മെയിലിങ്ങിന് അധ്യാപകൻ കുടുങ്ങിപ്പോകുന്നതാണ് ഈ സന്ദർഭം. ഓക്കെ, ആഫ്റ്റർ ലോസിങ് ഹിസ് പേഷ്യൻസ്, അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചതിന് ശേഷം ആൻഡ് സ്ലാപ്പിംഗ്, അടിക്കുകയും ചെയ്തു.
ദ ചൈൽഡ്, കുട്ടിയെ അടിച്ചു ഫോർ ഫെയിലിംഗ്, എന്തിനാണ്, തോറ്റതിന്, എ സിമ്പിൾ മാത്ത് പ്രോബ്ലം, അതായത് 16x3 എന്ന് പറയുന്ന ആ സിമ്പിൾ മാത്ത് പ്രോബ്ലം തോറ്റതിന് വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാകത്തോണ്ട് അവസാനം ഒരു അടി കൊടുക്കുന്നു. ദ ടീച്ചർ ഫൈൻഡ്സ് ഹിംസെൽഫ് ട്രാപ്ഡ്, അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്തു, ഒരു കെണിയിലകപ്പെട്ടു. ഇൻ എ കോമിക്കൽ ബ്ലാക്ക് മെയിൽ സൈക്കിൾ. അപ്പോൾ ഈ കുട്ടി അത് വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും അതിൻ്റെ ഒരു രസകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. To prevent the boy from telling his over-indulgent parents about the slap, the teacher is forced to play station master, crawl under the bed and ensure the child's whims. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ടു പ്രിവെൻറ്റ് ദ ബോയ് ഫ്രം ടെല്ലിങ് ഹിസ് ഓവർ ഇൻഡൽജഡ് പാരൻസ്, അതായത് ടു പ്രിവെൻറ്റ് തടയാൻ, ദ ബോയ് ആ ഫ്രം ടെല്ലിങ് പറയുന്നതിൽ നിന്നും, ഹിസ് ഓവർ ഇൻഡൽജ്ഡ് പാരൻസ് അതായത് അമിതമായി ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്ന ആ പാരൻസിനോട് പറയുന്നത് തടയാൻ വേണ്ടിയിട്ട്, എന്തിനെക്കുറിച്ച്, എബൌട്ട് കുറിച്ച്, ദ സ്ലാപ്പ് ഈ അടിയെക്കുറിച്ച് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദ ടീച്ചർ ഈസ് ഫോഴ്സ്ഡ് ടു പ്ലേ. അപ്പോൾ ടീച്ചർ എന്താണ്, നിർബന്ധിക്കപ്പെട്ടു, എന്തൊക്കെയാണ്, സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കളിക്കേണ്ടി വന്നു, പിന്നെ ക്രോൾ അണ്ടർ ദ ബെഡിൻ്റെ ഇടയിൽ വലിഞ്ഞൊക്കെ കയറി പോകേണ്ടി വന്നു, അങ്ങനെ എൻഷുർ ദ ചൈൽഡ് സ്വിംസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. എന്താണ്, ആ കുട്ടിയുടെ അപമാനം, ആ കുട്ടിയിൽ നിന്ന് ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നു ആ ടീച്ചറിന്. നാരായൺ ബ്രില്യൻ്റ്ലി സാറ്ററൈസസ് ദ മോഡേൺ പാരൻറ്റിങ് സ്റ്റൈൽ. അപ്പോൾ ഈ കഥയിൽ നാരായൺ ബ്രില്യൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, ബുദ്ധിപരമായിട്ട് എന്താണ്, സാറ്ററൈസസ് എന്ന് വെച്ചാൽ പരിഹസിക്കുകയാണ് ദ മോഡേൺ പാരൻറ്റിങ് സ്റ്റൈൽ. അപ്പോൾ ആധുനിക മോഡേൺ പാരൻറ്റിങ്, അതായത് ഇപ്പോഴത്തെ പാരൻസ് കുട്ടികളെ നോക്കുന്ന ആ ഒരു രീതിയെ കളിയാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ പാരൻസ് ഇൻ ദ സ്റ്റോറി ബിലീവ് ഇൻ സൈക്കോളജിക്കൽ അപ്ബ്രിങ്ങിങ്, ബാനിങ് എനി ഫോം ഓഫ് ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ദ പാരൻസ് ഇൻ ദ സ്റ്റോറി, അപ്പോൾ ഈ കഥയിലെ രക്ഷകർത്താക്കൾ ബിലീവ് ഇൻ സൈക്കോളജിക്കൽ അപ്ബ്രിങ്ങിങ്, അതായത് മാനസികപരമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരിക. ബാനിങ് എനി ഫോം ഓഫ് ഫിസിക്കൽ പണിഷ്മെൻറ്റ്, അതായത് ശാരീരിക ശിക്ഷയൊക്കെ ബാൻ ചെയ്തു, അതായത് ഒരു കുട്ടിയെ അടിക്കുകയോ ഒന്നും ചെയ്യാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അവരാഗ്രഹിക്കുന്നത് പാരൻസ്. However, എന്നിരുന്നാലും their extreme indulgence has turned their son into a little tyrann who knows exactly how to manipulate authority figures. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, ഹവവർ എന്നിരുന്നാലും ദെയർ എക്സ്ട്രീം ഇൻ്റലിജൻസ് അവരുടെ അമിതമായിട്ടുള്ള ഈ ലാളന ഹാസ് ടേൺ ദെയർ സൺ അവരുടെ കുട്ടിയെ മാറ്റി ഇൻറ്റു എ ലിറ്റിൽ ടിറൻറ്റ് എന്ന് വെച്ചാൽ ഒരു ലിറ്റിൽ ടിറൻറ്റ് എന്ന് വെച്ചാൽ ഒരു കുട്ടി തമ്പുരാനാക്കി, അല്ലെങ്കിൽ ഒരു അധികാരം ഉള്ള ഒരു അഹംഭാവം ഒക്കെ ഉള്ള ഒരാളാക്കി മാറ്റി. ഹൂ നോസ് എക്സാക്ട്ലി ഹൗ ടു മാനിപ്പുലേറ്റ് അതോറിറ്റി. അപ്പോൾ എങ്ങനെ അതായത് തൻ്റെ ടീച്ചറിനെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ, ആ കുട്ടി അതിന് ശ്രമിക്കാനൊക്കെ കഴിവുള്ളവനായി തീർത്തു. ഓക്കെ, വാട്ട് മേക്സ് ദിസ് സ്റ്റോറി എ ക്ലാസിക് ഈസ് ഇറ്റ്സ് ഹ്യൂമർ. അപ്പോൾ ഈ കഥയെ ക്ലാസിക് ആക്കി മാറ്റുന്ന ഇതിലെ ഹ്യൂമറാണ്, ഇതിലെ ഹാസ്യമാണ്. വി ഫീൽ ഫോർ ദ പുവർ ടീച്ചർ. അപ്പോൾ നമുക്ക് ആ ടീച്ചറിനോട് പാവമൊക്കെ തോന്നും. ഹൂ ഈസ് എ വിക്ടിം ഓഫ് ബോത്ത് ഹിസ് ഓൺ ടെമ്പർ ആൻഡ് ദ ചേഞ്ചിങ് സോഷ്യൽ നോംസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഹൂ ഈസ് എ വിക്ടിം ഓഫ് ബോത്ത് ഹിസ് ഓൺ ടെമ്പർ. അപ്പോൾ അയാൾ ഇരയായി, എന്തിനാണ്, അദ്ദേഹത്തിൻ്റെ ടെമ്പർ തെറ്റി, അല്ലേ, ട്രിഗറായി ടെമ്പർ തെറ്റിയാണ് അടിച്ചത്. അപ്പോൾ അതിന് അദ്ദേഹം അങ്ങനെ ആ ടെമ്പർ തെറ്റിയതിൻ്റെ ഇരയായി. പിന്നെ അത് മാത്രമല്ല ചേഞ്ചിങ് സോഷ്യൽ നോംസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ സാമൂഹിക പരിവർത്തനം, അതിൽ വന്ന മാറ്റങ്ങളൊക്കെ കൊണ്ട് അയാൾ അവിടെ വിക്ടിമായി തീരുകയാണ് ചെയ്യുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫണ്ണി സ്റ്റോറി, ഇറ്റ്സ് എ ക്രിട്ടിക് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം വെയർ ടീച്ചേഴ്സ് ആർ ലോസിങ് ദെയർ ഏജൻസി. അപ്പോൾ ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ജസ്റ്റ് എ ഫണ്ണി സ്റ്റോറി, അത് ശരിക്കും ഒരു തമാശ കഥയല്ല. അതിനുള്ളിൽ ഇറ്റ്സ് എ ക്രിട്ടിക്, അതെന്ന് വെച്ചാൽ വിമർശനാത്മകമായി പറയുകയാണ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതായത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, അതായത് ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് സിസ്റ്റം വെയർ ടീച്ചേഴ്സ് ആർ ലോസിങ് ദെയർ ഏജൻസി. അതായത് അവർക്ക് അവരുടെ ഒരു അവർക്ക് ട്രിഗർ, അവരുടെ കൺട്രോൾ തെറ്റുന്ന തരത്തിൽ പിള്ളേരെ അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി കൊണ്ടുവന്നപ്പോഴുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനോടുള്ള ഒരു വിമർശനമാണ് ഇവിടെ പറയുന്നത്.
ഇറ്റ് ലീവ്സ് അസ് ആസ്കിങ്. അവസാനം ഈ കഥ നമ്മളോടൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. ഹൗ ഡു വി ബാലൻസ് ലവ് ആൻഡ് ഡിസിപ്ലിൻ ഇൻ എ ചൈൽഡ്സ് ലൈഫ്. അപ്പോൾ ഹൗ ഡു വി ബാലൻസ്, നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം, സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം ലവ് ആൻഡ് ഡിസിപ്ലിൻ, അതായത് ഈ സ്നേഹവും മര്യാദയും ഇൻ എ ചൈൽഡ്, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു സ്നേഹവും മര്യാദ പഠിപ്പിക്കുക, ഡിസിപ്ലിനും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. ഇമാൻസിപ്പേഷൻ എന്ന് വെച്ചാൽ വിമോചനം. ഓക്കെ, വിമോചനവും എംപവർമെൻറ്റ് ശാക്തീകരണവും ആരുടെ ഓഫ് വുമൻ സ്ത്രീകളുടെ വിമോചനവും ശാക്തീകരണവും ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി, എല്ലാ സമൂഹത്തിലെയും എന്താണ് വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിൽ വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ് ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്, അപ്പോൾ നമ്മൾ ഒരു ഭാഗികമായിട്ടുള്ളൊരു സക്സസ് നേടിയിട്ടുണ്ട്. പക്ഷേ വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ, പക്ഷേ നമ്മളിപ്പോഴും ഇനി കുറേ ദൂരം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ. അപ്പോൾ വാട്ട് ഷുഡ് വി ഡു, നമ്മൾ എന്ത് ചെയ്യണം ടു അച്ചീവ് ദിസ് ഗോൾ. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം. ഹൗ ഫാർ ഈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, എത്രമാത്രം ശരിയാണ് എന്നാണ് ചോദ്യം. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ടു ജസ്റ്റിഫൈ യുവർ ഐഡിയാസ്. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ സാധൂകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഒരു ഇമെയിൽ നമ്മുടെ സുഹൃത്തിന് എഴുതാൻ പറയുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം. ഓക്കെ, ഇമെയിലാണ്. അപ്പോൾ നമുക്ക് ഇമെയിലിന് ഫസ്റ്റ് നമുക്ക് എന്താണ് ഇമെയിൽ ID വേണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു ഇമെയിൽ ID എഴുതുവാണ് ഫ്രണ്ടിൻ്റെ വെച്ചിട്ട്. അപ്പോൾ ടു അലീന, അപ്പോൾ ഇത് അലീന എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പേരൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, alina@gmail.com. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് വയ്ക്കണം. വിഷയം എന്താണ്? തോട്ട്സ് ഓൺ വുമൻ എംപവർമെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താ പറയുക, ഡിയർ അലീന എന്നിട്ടൊരു കോമ വേണം. ഓക്കെ, സല്യൂട്ടേഷൻ കൊടുത്തു. ഒരു ലെറ്ററിന് നമുക്കറിയാം, ലെറ്ററല്ല, ഇമെയിൽ അയക്കുമ്പോൾ ഇമെയിൽ ID വേണം, പിന്നെ ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ നമുക്കൊരു സല്യൂട്ടേഷൻ വേണം, പിന്നെ ആ ബോഡിക്കകത്തൊരു ഇൻട്രൊഡക്ഷനും അതെന്താണ് ഉൾക്കൊള്ളുന്നതും പിന്നെ ഒരു കൺക്ലൂഷൻ പോലെ വേണം. പിന്നെ എന്ത് ചെയ്യണം, അതിന് നമുക്ക് ബെസ്റ്റ് റിഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയർ അലീന, I have been thinking about our recent discussion on women's empowerment. അപ്പോൾ I have been thinking about, അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. our recent discussion, നമ്മുടെ റീസെൻ്റായിട്ട് ഈ അടുത്തിടെ ഉണ്ടായ ആ ചർച്ചയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. on women's empowerment, അതായത് എന്താണ് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചുണ്ടായ ആ ഒരു ഡിസ്കഷനെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. while we have achieved partial success with more girls attending school and women entering diverse professions, we still have a long way to go. അപ്പോൾ while we have achieved partial success, അപ്പോൾ നമ്മൾ ഈ ഭാഗികമായി വിജയം കൈവരിച്ചെങ്കിലും വിത്ത് മോർ ഗേൾസ് അറ്റൻഡിങ് സ്കൂൾ, അതെങ്ങനെയാണ്, ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ആൻഡ് വുമൻ എൻ്ററിങ് ഡൈവേഴ്സ് പ്രൊഫഷൻസ്, അപ്പോൾ സ്ത്രീകൾ വൈവിധ്യമാർന്ന തൊഴിലുകളിലൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ, പക്ഷെ നമുക്ക് ഇനിയും കുറേ ദൂരം പോകേണ്ടതുണ്ട്. To achieve true equality, we must focus on financial independence and safety. അപ്പോൾ ടു അച്ചീവ് ട്രൂ ഇക്വാലിറ്റി, അപ്പോൾ എന്താണ് ശരിയായ സമത്വം നേടണമെങ്കിൽ വി മസ്റ്റ് ഫോക്കസ് ഓൺ, നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഓൺ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ സാമ്പത്തിക നിരാശ്രയത്വം, അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ എന്താണ് കാശിന് വേണ്ടിയിട്ട് വീട്ടിനെയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയോ ആശ്രയിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുത്തരുത്. അത് മാത്രമല്ല സേഫ്റ്റി, സുരക്ഷ അല്ലേ. സ്ത്രീകൾക്ക് രാത്രിയാണെങ്കിലും എവിടെയാണെങ്കിലും വർക്കിംഗ് പ്ലേസ് ആണെങ്കിലും എവിടെയാണെങ്കിലും സുരക്ഷിതത്വം ഉറപ്പാക്കുക, അത് നമ്മൾ നടത്തേണ്ടതുണ്ട്. വി നീഡ് ടു ചേഞ്ച് ദ സോഷ്യൽ മൈൻഡ് സെറ്റ് ദാറ്റ് ലിമിറ്റ്സ് വുമൻ ടു ഡൊമസ്റ്റിക് റോൾസ്. അപ്പോൾ എന്താ പറഞ്ഞത്, വി നീഡ് ടു ചേഞ്ച് ദ സൊസൈറ്റൽ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ദാറ്റ് ലിമിറ്റ്സ് വുമൻ ടു ഡൊമസ്റ്റിക് റോൾസ്, അതായത് സ്ത്രീകളെ എന്താണ് ഡൊമസ്റ്റിക് റോൾസ്, അതായത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു സമൂഹത്തിലെ ആ ഒരു ചിന്ത നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട്.
എഡ്യൂക്കേഷൻ ഈസ് ദ കീ ബട്ട് ഇറ്റ് മസ്റ്റ് ബി കപ്പിൾഡ് വിത്ത് ഈക്വൽ പേ ആൻഡ് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ കീ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി കപ്പിൾഡ് വിത്ത് ഈക്വൽ പേ. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ നേടി ജോലി എടുത്താലും ഈക്വൽ പേ, തുല്യ വേതനം, അതായത് ആണുങ്ങൾക്ക് കൂടിയ വേതനം പെണ്ണുങ്ങൾക്ക് കുറവെന്ന് കൊടുക്കാതെ ഈക്വൽ പേ, തുല്യ വേതനം കൊടുക്കണം. ആൻഡ് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അത് മാത്രമല്ല ലീഡർഷിപ്പ്, നേതൃത്വപരമായിട്ടുള്ള ഒരു അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ലെറ്റ്സ് ടോക്ക് മോർ അബൌട്ട് ദിസ് വെൻ വി മീറ്റ്. എന്നിട്ട് എന്താ പറയണേ, ലെറ്റ്സ് ടോക്ക്, നമുക്കിത് സംസാരിക്കാം, മോർ അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം, വെൻ വി മീറ്റ്, നമുക്ക് അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ, അടുത്ത് കാണുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞങ്ങ് നിർത്തുവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് യുവർ നെയിം, നമ്മുടെ പേര് കൂടെ കൊടുക്കാം. ഇപ്പം വിനീഷ് എന്നാണെങ്കിൽ വിനീഷ് ആരാണോ കൊടുക്കുന്നത് ആ പേരങ്ങ് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ ദാറ്റ് യു ഹാവ് വോൺ ദ നാഷണൽ ഗ്രീൻ ക്രോപ്സ് അവാർഡ്, NGC അവാർഡ് ഫോർ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് യുവർ സ്കൂൾ Eco Club. The award would be given away by the governor of the state in the presence of the chief minister and certain other dignitaries. You are supposed to deliver a speech after receiving the award. Draft the script of the speech you would deliver. ഓക്കെ, ഇപ്പം എന്താ ചോദിക്കുന്നത്? ഇമാജിൻ, സങ്കല്പിക്കുക, ദാറ്റ്, ഇത് സങ്കല്പിക്കുക, ഏതാണ്? യു ഹാവ് വോൺ ദ നാഷണൽ ഗ്രീൻ ക്രോപ്സ് അവാർഡ്. അപ്പോൾ നാഷണൽ ഗ്രീൻ ക്രോപ്സ് എന്ന് പറയുന്ന NGC ആ ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടി. എന്തിനാണ്? വേണ്ടി കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് യുവർ സ്കൂൾ എക്കോ ക്ലബ്. അപ്പോൾ സ്കൂൾ എക്കോ ക്ലബിലെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയത്. The award would be given away by the governor of the state in the presence of the chief minister and certain other dignitaries. അപ്പോൾ അവാർഡ് എങ്ങനെയാണ് തരുന്നത്? would be given away by the governor of the state. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവർണറാണ് തരുന്നത്. ആരുടെ പ്രസൻസിൽ, ആരുടെ സാന്നിധ്യത്തിൽ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് തരുന്നത്. പിന്നെ മുഖ്യമന്ത്രി മാത്രമല്ല, അതുപോലെ മറ്റ് മന്ത്രിമാരും ബഹുമാനപ്പെട്ട കുറേ പേരും ഉണ്ടായിരിക്കും. യു ആർ സപ്പോസ്ഡ് ടു ഡെലിവർ എ സ്പീച്ച്. അപ്പോൾ നമ്മൾ ഒരു സ്പീച്ച്, പ്രസംഗമുണ്ട് ആഫ്റ്റർ റിസീവിങ് ദ അവാർഡ്. അപ്പോൾ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ഒരു സ്പീച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് യു വുഡ് ഡെലിവർ. അപ്പം നിങ്ങൾ ഡെലിവറി അല്ലെങ്കിൽ നിങ്ങൾ പറയാനിടയുള്ള ആ ഒരു സ്പീച്ച് എന്ന് വെച്ചാൽ പ്രസംഗം. അപ്പോൾ ആ ഒരു പ്രസംഗത്തിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഓണറബിൾ ഗവർണർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബഹുമാന്യനായ ഗവർണർ, അപ്പോൾ നമ്മൾ ഗവർണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവരെയൊക്കെ അഭിസംബോധന ചെയ്യണം. അപ്പോൾ ഒരു സ്പീച്ചിൽ ആദ്യം നമ്മൾ റെസ്പെക്റ്റഡ് പേഴ്സൺസിനെ അവരെ ഒന്ന് അഭിസംബോധന ചെയ്യണം. അപ്പം ബഹുമാന്യനായ ഗവർണർ, മുഖ്യമന്ത്രി, പിന്നെ അതുപോലുള്ള മറ്റ് അംഗങ്ങളെ എന്നൊക്കെ പറഞ്ഞ്, ഗസ്റ്റുകളെ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. എന്നിട്ടൊരു കോമ ഇടുക. It is a moment of immense pride for me to receive the National Green Crops Award today on behalf of our school's Eco Club. അപ്പോൾ നമ്മുടെ സ്കൂൾ എക്കോ ക്ലബിൻ്റെ ബിഹാഫിൽ എനിക്കൊരു ഈ നാഷണൽ ഗ്രീൻ ക്രോപ്സ് അവാർഡ് ലഭിക്കാൻ കിട്ടിയ ഈ ഒരു അഭിമാനകരമായ നിമിഷത്തെ ഞാൻ വളരെയധികം അഭിമാനത്തോടെ നോക്കി കാണുകയാണെന്നാണ് പറയുന്നത്. This award belongs to every student who spent their afternoons planting saplings and cleaning our local water bodies. അപ്പോൾ ഈ അവാർഡ് ബിലോങ്സ് ടു എവറി സ്റ്റുഡൻറ്റ് ഹൂ സ്പെൻഡ് ദെയർ ആഫ്റ്റർനൂൺസ് പ്ലാന്റിങ് സാപ്ലിങ്സ് ആൻഡ് ക്ലീനിങ്. അപ്പോൾ പറഞ്ഞത്? അപ്പോൾ ഈ അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, ആർക്ക്? എവറി സ്റ്റുഡൻറ്റ്, എല്ലാ സ്റ്റുഡൻറ്റ്സും. ആരൊക്കെയാണ്? ഹൂ സ്പെൻഡ് ദെയർ ആഫ്റ്റർനൂൺസ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്ലാന്റിങ് സാപ്ലിങ്സ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, ഭക്ഷണത്തിന് ശേഷം തൈച്ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും, പിന്നെ ക്ലീനിങ് അവർ ലോക്കൽ വാട്ടർ ബോഡീസ്. അപ്പോൾ നമ്മുടെ ലോക്കൽ തദ്ദേശിക വാട്ടർ ബോഡീസൊക്കെ വൃത്തിയാക്കിയ, ജലാശയങ്ങളൊക്കെ വൃത്തിയാക്കിയ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നത്. അത് അവർക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. As Wangari Maathai said, it is the small things we do that make a big difference. അപ്പോൾ നമ്മൾ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതാണ്. വാങ്കരി മാതായി പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സ്മോൾ തിങ്സ്, നമ്മൾ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ്. വി ഡു ദാറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാറുണ്ട്. അവർ ഗോൾ വാസിൻറ്റ് ജസ്റ്റ് ടു വിൻ ആൻ അവാർഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് നേടുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് ടു എൻഷുർ ദാറ്റ്
പക്ഷേ എന്താണ് എൻഷുർ ദാറ്റ് ഇത് ഉറപ്പുവരുത്തുക എന്ത് ദ ജനറേഷൻസ് ആഫ്റ്റർ അസ് ക്യാൻ ബ്രീത്ത് ക്ലീൻ എയർ ആൻഡ് സീ ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ദ ജനറേഷൻ ആഫ്റ്റർ അസ് അപ്പോൾ നമുക്ക് ശേഷമുള്ള തലമുറകൾക്ക് ക്യാൻ ബ്രീത്ത് ക്ലീൻ എയർ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്നതും എന്താണ് സീ ഗ്രീൻ ഫോറസ്റ്റ് അതായത് പച്ചക്കാടുകൾ അല്ലെ കാടുകളെല്ലാം കണ്ടു വളരാനുമുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ലെറ്റ് ദിസ് ബി എ റിമൈൻഡർ ദാറ്റ് വി ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദിസ് എർത്ത് ബട്ട് ഇറ്റ്സ് ഗാർഡിയൻസ്. അപ്പോൾ ലെറ്റ് ദിസ് ബി എ റിമൈൻഡർ അപ്പോൾ ഇത് നമുക്കൊരു ഓർമ്മയിലിരിക്കട്ടെ എന്താണ് ദാറ്റ് വി ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദിസ് എർത്ത്. അപ്പോൾ നമ്മളല്ല ഈ ഭൂമിയുടെ ഉടമസ്ഥർ നമ്മളല്ല ബട്ട് ഇറ്റ്സ് ഗാർഡിയൻസ് നമ്മളതിനെ ഗൈഡ് ചെയ്യുന്ന ആളാണ് ഗാർഡിയൻസ് ആണ് പരിപാലിക്കുന്നവരാണ് നമ്മളിത് യഥാർത്ഥത്തിൽ ഉടമസ്ഥരല്ല പരിപാലകരാണ് എന്ന് പറയുന്നു. എന്നിട്ട് താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ അല്ലെങ്കിൽ ഇത് പഠിക്കുന്നെങ്കിൽ ഇതും പഠിക്കാം. ഓക്കെ നോ പ്രോബ്ലം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് 26 to 28 നോക്കാം. അറ്റംപ്റ്റ് എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 26, 27, 28 എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അപ്പോൾ ഞാനിവിടെ 3ൻ്റെ ആൻസർ പറയുന്നുണ്ട്, നിങ്ങൾ പഠിച്ചോണം. ഓക്കെ പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 3 എഴുതണ്ട, ഏതെങ്കിലും 2 ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റീഡ് ദ ഫോളോയിങ് ന്യൂസ് ഹെഡ്ലൈൻസ് ഫ്രം ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആൻഡ് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക്. അപ്പോൾ എസ്സേ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്താണ് കുറച്ച് ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ഹെഡിങ് ഒക്കെ അപ്പുറത്ത് തന്നിട്ടുണ്ട്. അതിന് എസ്സേ തയ്യാറാക്കുക. ടോപ്പിക് എന്താണ്? വിഷയം. ഏത് വിഷയമാണ്? ദ വിഷ്യസ് വെബ് ഓഫ് ഡ്രഗ്സ് സ്പോയിൽസ് ദ ഡ്രീംസ് ആൻഡ് ലീവ്സ് ഓഫ് ദ യങ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ദ വിഷ്യസ് വെബ് ഓഫ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ വിഷ്യസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച അല്ലെങ്കിൽ മോശം എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ വിഷ്യസ് വെബ് ഓഫ് ഡ്രഗ്സ് അപ്പോൾ ഈ നമുക്കറിയാം ലഹരി മരുന്നിൻ്റെയൊക്കെ ഒരു വെബ് ഒരു ഒരു ചങ്ങല പോലെ ഇങ്ങനെ അതിന് വേണ്ടി കുറച്ച് പേരുണ്ടായിരിക്കും. അത് വിഷ്യസ് അപ്പോൾ ഈ ദുഷിച്ച വെബ് എന്ന് വെച്ചാൽ ഈ ഒരു ശൃംഖല അതായത് മയക്കുമരുന്നിൻ്റെ ഈ ദുഷിച്ച ശൃംഖല സ്പോയിൽസ് നശിപ്പിക്കുന്നു ദ ഡ്രീംസ് സ്വപ്നങ്ങൾ ആൻഡ് ദ ലീവ്സ് അപ്പോൾ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഓഫ് ദ യങ് അപ്പോൾ യുവജനങ്ങളുടെ യൂത്തിൻ്റെ സ്വപ്നങ്ങളും ജീവിതവും നശിപ്പിക്കുന്നു എന്നാണ് ടോപ്പിക്. അപ്പോൾ അതിനെക്കുറിച്ചൊരു എസ്സേ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹിൻഡ് പോലെ സൂചനകൾ തന്നിട്ടുണ്ട് അവിടെ ഹെഡിങ് വെച്ച്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി ചെയ്യാനാണ് പറയുന്നത്. അത് ഇപ്പുറത്തെ പേജിൽ തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? ഹൗ ടീൻസ് ആർ ഗെറ്റിംഗ് ട്രിക്ഡ് ഇൻ ടു യൂസിങ് ഹെറോയിൻ. എങ്ങനെയാണ് ടീൻസ് ആർ ഗെറ്റിംഗ് ട്രിക്ഡ് അതായത് ടീനേജേഴ്സ് ഹെറോയിൻ യൂസ് ചെയ്യുന്നതിലോട്ട് അതായത് അതിലോട്ട് അഡിക്റ്റ് ആവുന്നത് എങ്ങനെയാണ് അവർ ട്രിക്കിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെന്താ എക്സ്റ്റെൻഡ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇൻ സ്കൂൾസ് റിവീൽഡ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ അമിതമായിട്ട് മയക്കുമരുന്ന് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ ആൽക്കഹോൾ അബ്യൂസ് ടേക്സ് ഇറ്റ്സ് വിക്ടിംസ് യങ്ങർ. അപ്പോൾ ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരകളാവുന്ന യങ് പോപ്പുലേഷനാണ്. അപ്പോൾ യൂത്ത് ആണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എസ്സേ എഴുതാനാണ് പറയുന്നത്. ഞാനൊരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ ഒരു ഹെഡിങ് കൊടുത്തു. ഹെഡിങ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ഇവിടെ ഒരു കൊടുത്തു ദ വിഷ്യസ് വെബ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. പിന്നെ പറയാണ് അപ്പോൾ നമ്മൾ എസ്സേ എഴുതുമ്പോൾ പാരഗ്രാഫായിട്ട് കാര്യം എന്താണെന്ന് എഴുതണം. ഓക്കെ ഡ്രഗ് അബ്യൂസ് ഈസ് എ ബിഗ് പ്രോബ്ലം ഇൻ അവർ സൊസൈറ്റി ടുഡേ. അപ്പോൾ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. മെനി ന്യൂസ് ഹെഡ്ലൈൻസ് ഷോ ദാറ്റ് ഈവൻ സ്കൂൾ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ദിസ് വിഷ്യസ് വെബ്. അപ്പോൾ മെനി ന്യൂസ് ഹെഡ്ലൈൻസ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വാർത്തയിൽ തലക്കെട്ടുകൾ ഷോസ് കാണിക്കുന്നു ദാറ്റ് ഇതെന്താ കാണിക്കുന്നത് ഈവൻ സ്കൂൾ സ്റ്റുഡൻസ് അപ്പോൾ സ്കൂൾ കുട്ടികൾ പോലും ട്രാപ്ഡ് ഇൻ ദിസ് വിഷ്യസ് വെബ്. അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ മയക്കുമരുന്നിൻ്റെ ഈ ദുഷിച്ച ശൃംഖലയിലോട്ട് സ്കൂൾ പിള്ളേർ കൂടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് ട്രാപ്പിലായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. Using drugs like heroin and alcohol ruins the dreams and lives of young people. അപ്പോൾ യൂസിങ് ഡ്രഗ്സ് ലൈക്ക് ഹെറോയിൻ ആൻഡ് ആൽക്കഹോൾ അപ്പോൾ ഈ ഹെറോയിനും ആൽക്കഹോൾ ഇതുപോലെയുള്ള ഈ മയക്കുമരുന്നുകൾ ഈ റൂയിൻസ് നശിപ്പിക്കുന്നു ദ ഡ്രീംസ് ആൻഡ് ലീവ്സ് ഓഫ് യങ് പീപ്പിൾ. അപ്പോൾ യുവജനങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും നശിപ്പിക്കുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് പാരയിൽ എഴുതി. ഇനി അടുത്ത സെക്കൻഡ് പാര നോക്കാം. ദർ ആർ മെനി റീസൺസ് വൈ ടീൻസ് സ്റ്റാർട്ട്
യൂസിങ് ഡ്രഗ്സ്. അപ്പോൾ ദർ ആർ ഇവിടെ മെനി റീസൺസ്, ധാരാളം കാരണങ്ങളുണ്ട് വൈ ടീൻസ് സ്റ്റാർട്ട് യൂസിങ് ഡ്രഗ്സ്. അപ്പോൾ ഈ ടീനേജേഴ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സംടൈംസ് ദേ ആർ ട്രിക്ഡ് ഇൻടു ഇറ്റ് ബൈ അതേഴ്സ്. ചില സമയത്ത് ദേ ആർ ട്രിക്ഡ്, അവരെന്താണ് ട്രിക്കിലൂടെ അങ്ങ് അകപ്പെട്ടു പോകുന്നതാണ്. ഇൻടു ഇറ്റ്, അതിലോട്ട് പോകുന്ന ഇറ്റ് ബൈ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ ഒരു ട്രിക്ക് പ്രകാരം അങ്ങ് ട്രാപ്പിലായി പോകുന്നതാണ്. പിന്നെന്താ പറയുന്നത്, ഓഫൺ, പലപ്പോഴും പിയർ പ്രഷർ ഓർ ദ ഡിസയർ ടു എസ്കേപ്പ് ഫ്രം സ്ട്രെസ് മേക്സ് ദം ട്രൈ ഡ്രഗ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ പലപ്പോഴും പിയർ പ്രഷർ എന്ന് വെച്ചാൽ സഹപാഠികൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തും അല്ലേ, ആടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ അയ്യേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്യുന്ന പോലെ അവർക്ക് എന്താണ് ആ പിയർ പ്രഷർ, അപ്പോൾ സഹപാഠികളുടെ ഒരു പ്രഷർ, സമ്മർദ്ദം ചെലുത്തുന്നതും, ഓർ അല്ലെങ്കിൽ ദ ഡിസയർ ടു എസ്കേപ്പ് ഫ്രം സ്ട്രെസ് മേക്ക് ദം ട്രൈ ഡ്രഗ്സ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ എന്തെങ്കിലും മനസ്സിൽ വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ, അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലേ, ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയുള്ളതായിരിക്കും ചെയ്ത് നോക്കുന്നത്. ദേ തിങ്ക് ഇറ്റ് ഈസ് എ ക്വിക്ക് എസ്കേപ്പ്. അപ്പോൾ അവർ കരുതുന്നത് ഇതൊരു പെട്ടെന്നൊരു രക്ഷപ്പെടലാണെന്നാണ്. ബട്ട് ഇറ്റ് സൂൺ ബിക്കം എ ഡെഡ്ലി ഹാബിറ്റ്. പക്ഷേ ഇത് എന്താണ്, ഒരു മരണത്തിന് കാരണമാകുന്ന ഒരു ശീലമാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത പേരാ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആർ വെരി ബാഡ്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ്, അപ്പോൾ ഈ മദ്യപാനം മയക്കുമരുന്നിൻ്റെയൊക്കെ ഇത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ തകർക്കുന്നുണ്ട്. എ സ്റ്റുഡൻറ്റ് ഹൂ യൂസസ് ഡ്രഗ്സ് കനോട്ട് ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അപ്പോൾ എന്താണ്, പഠനത്തിൽ, അപ്പോൾ ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ദെയർ ഗ്രേഡ്സ് ഡ്രോപ്പ്, അപ്പോൾ അവരുടെ ഗ്രേഡ് കുറയും, മാർക്കൊക്കെ കുറയും. ആൻഡ് ദേ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ ഗോൾസ്. അങ്ങനെ അവർക്ക് എന്താണ്, അവരുടെ ഭാവിയിലുള്ള ലക്ഷ്യങ്ങളിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. പിന്നെ എന്താണ്, ഇറ്റ് ഓൾസോ ബ്രേക്സ് ദ ട്രസ്റ്റ് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് ദെയർ പേരൻസ്. അപ്പോൾ ഇറ്റ് ഓൾസോ ബ്രേക്സ്, ഇത് മാത്രമല്ല അത് കൂടാതെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിക്കുന്നു, വിച്ഛേദിക്കുന്നു ദ ട്രസ്റ്റ് ബിറ്റ്വീൻ, അപ്പോൾ വിശ്വാസം ആരൊക്കെ തമ്മിലുള്ള ചിൽഡ്രൻ ആൻഡ് ദെയർ പാരൻസ്. അപ്പോൾ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കളും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുന്നു. ടു സ്റ്റോപ്പ് ദിസ് വി മസ്റ്റ് വർക്ക് ടുഗദർ. അപ്പോൾ ടു സ്റ്റോപ്പ് ദിസ്, അപ്പോൾ ഇത് നിർത്തലാക്കാൻ വി മസ്റ്റ് വർക്ക് ടുഗദർ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. സ്കൂൾസ് ഷുഡ് ടീച്ച് സ്റ്റുഡൻസ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ സ്കൂൾസ്, അപ്പോൾ വിദ്യാലയങ്ങൾ ഷുഡ് ടീച്ച് സ്റ്റുഡൻസ്, അപ്പോൾ കുട്ടികളെ എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം, അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. പാരൻസ് ഷുഡ് ടോക്ക് ഓപ്പൺലി വിത്ത് ദെയർ ചിൽഡ്രൻ. അപ്പോൾ രക്ഷകർത്താക്കൾ എന്താണ് കുട്ടികളുമായിട്ട് തുറന്ന മനസ്സോടെ സംസാരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, വളരെയധികം അതിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് യങ് പീപ്പിൾ മസ്റ്റ് ഹാവ് ദ കറേജ് ടു സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ യങ് പീപ്പിൾ, അപ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് മസ്റ്റ് ഹാവ് ദ കറേജ്, ധൈര്യം ഉണ്ടായിരിക്കും, അവർക്ക് തീർച്ചയായും ഈ ധൈര്യം ഉണ്ടായിരിക്കും. എന്തിനുള്ളതാണ്, ടു സേ, പറയാൻ നോ ടു ഡ്രഗ്സ്, നോ, ഇല്ല എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. ഇൻ കൺക്ലൂഷൻ, അപ്പോൾ എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൺക്ലൂഷൻ പറഞ്ഞാൽ, അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഡ്രഗ്സ് ഓൺലി ബ്രിങ് സാഡ്നെസ് ആൻഡ് ഫെയിലിയർ. അപ്പോൾ ഡ്രഗ്സ്, ഈ ലഹരി മരുന്നൊക്കെ എന്താണ്, ദുഃഖവും തോൽവിയും മാത്രമാണ് ഉണ്ടാക്കുന്നത്. വി മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ യൂത്ത്, നമ്മൾ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കണം. സോ ദേ ക്യാൻ അച്ചീവ് ദെയർ ഡ്രീംസ്, അത് എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സ്വപ്നങ്ങളും ആൻഡ് ലീവ് എ ഹാപ്പിലി ലൈഫ്, സ്വപ്നങ്ങൾ നേടാൻ പറ്റത്തുള്ളൂ, നടപ്പിലാക്കാൻ പറ്റൂ, അതിലൂടെ ഒരു എന്താണ് സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. എന്താ തന്നിരിക്കുന്നത്, ഓപ്പർച്യൂണിറ്റി ഫോർ ടീച്ചേഴ്സ്. അപ്പോൾ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു അവസരം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലേ. എന്താ പറഞ്ഞത്, ആർ യു റെഡി ഫോർ എ ചാലഞ്ച്? നിങ്ങളൊരു ചാലഞ്ചിന് തയ്യാറാണോ? അപ്ലൈ നൗ, ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. Teach for India is selecting high potential graduates with a flair for teaching.
അപ്പോൾ എന്താണ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്, ടീച്ച് ഫോർ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ് ഹൈ പൊട്ടൻഷ്യൽ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ നല്ല കഴിവുള്ള ഗ്രാജുവേറ്റ്സിന് വേണം വിത്ത് എ ഫ്ലെയർ ഫോർ ടീച്ചിങ്. അപ്പോൾ അധ്യാപനത്തിൽ ഒരു തീപ്പൊരിയായി മാറുന്ന തരത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിൽ എന്താണ് മികവ് പുലർത്തുന്ന ടീച്ചേഴ്സിന് ആവശ്യമുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്വാളിഫിക്കേഷൻസ്, പിന്നെ എന്താ പറയുന്നത് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ യോഗ്യതകൾ? ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് BEd. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി വേണം, പിന്നെ എന്താണ് വിത്ത് BEdും വേണം. The ideal individual should possess a genuine passion for teaching and demonstrate innovative approaches in teaching. അപ്പോൾ എന്താണ്, അതായത് ദ ഐഡിയൽ ഇൻഡിവിജ്വൽ ഷുഡ് പൊസസ് എ ജെന്യൂൻ പാഷൻ ഫോർ ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ്ങിൽ നല്ലൊരു പാഷൻ വേണം. പിന്നെ അത് മാത്രമല്ല ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ടീച്ചിങ് മേഖലയിൽ കാണിക്കാനുള്ള ഒരു കഴിവ് വേണം. ഓക്കെ, എന്നിട്ട് അഡ്രസ്സ് തന്നിട്ടുണ്ട്. ടീച്ച് ഫോർ ഇന്ത്യ, PB നമ്പർ 100, നോയിഡ, ന്യൂഡൽഹി 680623 എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റഡി ദ എബോവ് പോസ്റ്റർ ആൻഡ് പ്രിപ്പയർ ആൻ ആപ്ലിക്കേഷൻ അലോങ് വിത്ത് റെസ്യൂം. അപ്പോൾ സ്റ്റഡി ദ എബോവ് പോസ്റ്റർ, മുകളിൽ തന്നിരിക്കുന്ന ആ പോസ്റ്റർ പഠിക്കുക, എന്നിട്ട് തയ്യാറാക്കുക ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുക അലോങ് വിത്ത് റെസ്യൂം. അപ്പോൾ റെസ്യൂം അതിൻ്റെ കൂടെ വേണം. എന്നിട്ട് നമ്മൾ ഈ ജോബിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ വേണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ലെറ്റർ അത് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ റെസ്യൂം, അതായത് നമ്മുടെ ബയോഡേറ്റ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് വേണ്ടിയിട്ടുള്ളതും, പിന്നെ എന്താണ് അവസാനം ഒരു ഡിക്ലറേഷൻ, സത്യപ്രസ്താവനയൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസ്യൂം തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു മോഡൽ നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ലെറ്റർ എന്നാണ്. ഫ്രം, ആരിൽ നിന്നാണ്? ഫ്രം ഇൽ നിന്നും. ആരാണ് എഴുതുന്നത്? അപ്പോൾ ഇവിടെ ഞാൻ കാവ്യന്ന് എടുത്തിട്ടുണ്ട്. കാവ്യ MP, ഹൗസ് നമ്പർ 15, കോതമംഗലം PO, എറണാകുളം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഒരു അഡ്രസ്സ് ഞാൻ ഇങ്ങനെ തപ്പിയപ്പോൾ ഒരു വേറെ അടുത്തുനിന്ന് പേരൊക്കെ എടുത്തതാണ്, പേരും അഡ്രസ്സും ഒക്കെ. ഓക്കെ, ഇനി ആർക്കാണ് അയക്കുന്നത്? HR ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. HR എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പിന്നെ തിരഞ്ഞെടുക്കുന്ന, അതായത് ജോലിക്ക് വേണ്ടി ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ടീച്ച് ഫോർ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ അഡ്രസ്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അഡ്രസ്സ് തന്നെ എഴുതുവാണ്. അവിടെ ക്വസ്റ്റ്യനിലുള്ള ആ അഡ്രസ്സ് തന്നെയാണ്. ടീച്ച് ഫോർ ഇന്ത്യ, PB നമ്പർ 100, നോയിഡ, ന്യൂഡൽഹി എന്ന് പറഞ്ഞ അഡ്രസ്സ് കൊടുത്തു. ഇനി എന്താണ് സബ്ജക്റ്റ് വിഷയം എന്താണ് സബ്ജക്റ്റ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാം, നമുക്കറിയില്ല സാറാണോ മാഡം ആണോ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല, അതുകൊണ്ട് നമുക്ക് സർ ഓർ മാഡം കൊടുക്കാം. ഓക്കെ, ദിസ് ഹാസ് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ടീച്ചർ. അപ്പം ഇതെന്ന് വെച്ചാൽ അതായത് ഈ ലെറ്റർ എന്ന് പറയുന്നത്, ഈ ആപ്ലിക്കേഷൻ ലെറ്റർ നിങ്ങളുടെ ആ അഡ്വർടൈസ്മെൻറ്റ്, ടീച്ചറിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അയക്കുന്ന ആപ്ലിക്കേഷൻ ലെറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഐ ആം കാവ്യ, ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് and have recently completed my BEd from MG University in Kerala. അപ്പോൾ എന്താണ്? ഐ ആം കാവ്യ, ഞാൻ കാവ്യയാണ്. ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്. ആൻഡ് ഹാവ് റീസെൻ്റ്ലി കംപ്ലീറ്റഡ്, ഇപ്പോൾ എന്താണ് റീസെൻ്റായിട്ട്, ഇപ്പോൾ അടുത്തിടെയായിട്ട് മൈ BEd ഫ്രം MG യൂണിവേഴ്സിറ്റി ഇൻ കേരള MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. I have found that my qualifications and experience appear tailor-made to suit your requirements. അപ്പോൾ I have found that, ഞാൻ കണ്ടെത്തി എന്താണ്? my qualifications and experience appear, അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻസ്, എൻ്റെ ഈ യോഗ്യതകളും പിന്നെ എൻ്റെ അനുഭവജ്ഞാനവും എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. A detailed resume is given below for your kind perusal. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എന്താണ് എൻ്റെ ഡീറ്റെയിൽഡ് കൂടുതൽ വിവരങ്ങളൊക്കെ ഉള്ള റെസ്യൂമി അവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്.
It will be a pleasure for me to appear before you for a personal interview when I am confident of proving the validity of my claims. അപ്പോൾ എന്താണ്, ഇറ്റ് വിൽ ബി എ പ്ലഷർ. അപ്പോൾ ഇതെനിക്കൊരു വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ എന്തിനാണ് ഫോർ മീ ടു അപ്പിയർ ബിഫോർ യു ഫോർ എ പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്താൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. ആൻഡ് ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് ഞാൻ പറയുന്ന ഈ റെസ്യൂമിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ എന്താണ് ശരിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസാണത്. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അപ്പോൾ വിശ്വസ്തയോടെ ST സിഗ്നേച്ചറും പിന്നെ പേരും, അതായത് കാവ്യ എന്ന് എഴുതി. ഓക്കെ, ഇനി അപ്പോൾ ഇത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻട്രോ അയക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ബയോഡാറ്റ ഉണ്ട്. ബയോഡാറ്റ എങ്ങനെ എഴുതാം? അപ്പോൾ ബയോഡാറ്റയിൽ എന്തൊക്കെ വേണം? നെയിം, പേര് ഞാൻ എഴുതി, കാവ്യ MP എന്ന് എഴുതി. ഡേറ്റ് ഓഫ് ബർത്ത്, അതും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ 18 ജാനുവരി 2000 എന്ന് കൊടുത്തു. പെർമനൻറ്റ് അഡ്രസ്സ്, അപ്പോൾ കാവ്യയുടെ ആദ്യം കൊടുത്ത അഡ്രസ്സ് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് B.Ed ഫ്രം MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഗ്രി വേണമെങ്കിൽ ഡിഗ്രിയും കൂടെ എഴുതാം. എക്സ്പീരിയൻസ്, അനുഭവജ്ഞാനം, അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ 2 years എക്സ്പീരിയൻസ് ആസ് എ ട്യൂഷൻസ് ടീച്ചർ ബ്രില്യൻസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ബ്രില്യൻസ് അക്കാഡമിയിൽ 2 വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചറായിട്ട് പഠിപ്പിച്ചത്. അതായത് ഈ കുട്ടി, കാവ്യ എന്ന് പറയുന്ന കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവിടെ ട്യൂഷൻ പഠിപ്പിക്കാനും പോകുമായിരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ലാംഗ്വേജസ് നോൺ എന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഷ അറിയാമെന്ന്. ഏതൊക്കെ ഭാഷ അറിയാം? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ് എന്ന് എഴുതി. പിന്നെ അതർ ക്വാളിഫിക്കേഷൻസ്, മറ്റ് എന്തൊക്കെയാണ് യോഗ്യതകളെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്, അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ഇച്ചിരി വിവരമൊക്കെ ഉണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയമൊക്കെ നടത്താൻ പറ്റും. ഫ്രണ്ട്ലി ആൻഡ് എനർജറ്റിക്, പിന്നെ വളരെ സൗഹൃദപരവും പിന്നെ എനർജറ്റിക് ആണ്. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ആ ഒരു ജോബിനും വേണ്ടത്. ഓക്കെ, പിന്നെ ഹോബീസ് ആൻഡ് അതർ ഇൻട്രസ്റ്റ് എഴുതാം. അപ്പോൾ നമ്മുടെ ഹോബീസ് എന്താണ്, വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റ്? അപ്പോൾ റീഡിങ് ബുക്സ് ആണ്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ റീഡിങ് ബുക്സാണ് കൂടുതൽ സ്യൂട്ടബിൾ. ഓക്കെ, പിന്നെ റെഫറൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ. പ്രിൻസിപ്പൽ സെൻറ്റ് തെരേസസ് കോളേജ് എറണാകുളം എന്ന് പറഞ്ഞ് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ റെഫറൻസും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ചെറുതായിട്ട് താഴെ വേണ്ടതാണ് ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ സമ്മതപത്രം, അതായത് സത്യപ്രസ്താവന എന്ന് പറയില്ല. അതുപോലെ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് അത്. ഓക്കെ, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ്, ഞാൻ ഇതിനാൽ ഡിക്ലെയർ ദാറ്റ്, ഇവിടെ എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്, സത്യം ആണെന്ന് പറയുകയാണ്. ദാറ്റ് ദ എബോ ഇൻഫർമേഷൻ, മുകളിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്, എൻ്റെ അറിവിൽ തന്നെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നു. പിന്നെ പ്ലേസും ഡേറ്റ് ഓഫ് ബർത്ത് വെക്കും. അത് കഴിഞ്ഞ് സിഗ്നേച്ചറും നെയിമും വെക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? അറ്റംപ്റ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എ ഫാമേഴ്സ് മോർണിംഗ് and compare the poem with Rise by ചെമ്മനം ചാക്കോ. ഓക്കെ, അറ്റംപ്റ്റ് ആൻഡ് അപ്രിസിയേഷൻ. അപ്പോൾ അപ്രിസിയേഷൻ എഴുതാനാണ് അല്ലേ കവിതയെക്കുറിച്ചുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്രിസിയേഷൻ എഴുതുക. ഏത് പോയത്തിൻ്റെ? ഇവിടെ താഴെ ഒരു പോയം തന്നിരിക്കുന്നു, നമ്മൾ പഠിച്ചതല്ല. ഇവിടെ എ ഫാമേഴ്സ് മോർണിംഗ്, ഒരു കൃഷിക്കാരൻ്റെ പ്രഭാതം എന്ന് പറഞ്ഞുള്ളൊരു പോയം തന്നിട്ടുണ്ട്. ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുക. എന്നിട്ട് എന്താണ്? ആൻഡ് കമ്പയർ ദ പോയം, എന്നിട്ട് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക ദ പോയം. അപ്പോൾ ഈ പോയത്തിനെ ഏതുമായിട്ട് താരതമ്യം ചെയ്യുക? വിത്ത് റൈസ് ബൈ ചെമ്മനം ചാക്കോ. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ചെമ്മനം ചാക്കോ എഴുതിയ റൈസ് എന്ന് പറഞ്ഞ പോയം പഠിച്ചില്ലേ? അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പോയം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്താണ്, നിങ്ങൾക്ക് ഇനിയും ചിലപ്പോൾ ചോദിക്കാമായിരിക്കും, നമ്മൾ പഠിച്ച ഒരു പോയത്തിനെ വേറൊരു പോയമായിട്ട് തന്നിട്ട് അപ്രിസിയേഷൻ എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുക. എന്നിട്ടൊരു പാരഗ്രാഫിൽ ഈ പോയവും നമ്മുടെ പോയവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യം എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞ് അവസാനം ഒരു കൺക്ലൂഷൻ എഴുതിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ പക്ക 8 മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഈ പോയം എന്താണെന്ന് അർത്ഥം പറഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആരാ എഴുതിയിരിക്കുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ്സ് 6 AM ആൻഡ് ദ റൂസ്റ്റർ ക്രോസ് ദ ഹോഗ്സ്. ഇറ്റ്സ് 6 AM, അപ്പോൾ ഇത് 6 മണിയായി. ആൻഡ് ദ റൂസ്റ്റർ ക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? പൂവൻകോഴി കൂവുന്നു. ദ ഹോഗ് സ്ക്വീൽ, അപ്പോൾ എന്താണ്? ഹോഗ് സ്ക്വീൽ എന്ന് വെച്ചാൽ
പന്നികൾ കരയുവാണ് ആസ് ദ നോർത്ത് വിൻഡ് ബ്ലോസ്. അപ്പോൾ നോർത്ത് വടക്കൻ കാറ്റടിക്കുമ്പോൾ എന്താണ്, പന്നികൾ കരയുന്നു. പിന്നെ രാവിലെ 6 മണിയാവുമ്പോൾ കോഴി കൂവും, നമുക്കറിയുന്ന പോലെ കോഴി കൂവുന്നു. ദ കോഫി ഈസ് ഓൺ ആൻഡ് ദ ബാക്കൻസ് ഫ്രൈയിങ്. ഐ ക്യാൻ സ്മെൽ ഈച്ച് സ്മെൽ ഫ്രം ദ ബെഡ് വേർ ഐ ആം ലൈയിങ്. അപ്പോൾ എന്താ പറയുന്നത്, ദ കോഫി ഈസ് ഓൺ. അപ്പോൾ കാപ്പി തയ്യാറായിട്ടിരിക്കുന്നു. ബാക്കൻസ് ഫ്രൈയിങ്, ബാക്കൻ എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ട്. ഐ ക്യാൻ സ്മെൽ ഈച്ച് സ്മെൽ. അപ്പോൾ എനിക്ക് ഈ ഓരോ സ്മെല്ലും തിരിച്ചറിയാം, കോഫിയുടെ സ്മെല്ലും ബേക്കൺ ഫ്രൈ ചെയ്യുന്ന സ്മെല്ലും ഒക്കെ തിരിച്ചറിയാം. ഫ്രം ദ ബെഡ് വേർ ഐ ആം ലൈങ്, അതായത് ഞാൻ കിടക്കുന്ന ആ ബെഡിൽ നിന്ന് തന്നെ ഈ സ്മെല്ല് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ രണ്ടും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്, ഇമേജറിയാണ് അല്ലേ. ആദ്യത്തെ എന്താണ്, പൂവൻകോഴി കൂവുന്നു. അപ്പോൾ അത് നമുക്ക് എന്താ, ഓഡിയോ ഇമേജറിയാണ്, നമുക്ക് കേൾക്കാം. അത് പറയുമ്പോൾ തന്നെ, ആ വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൂവൻകോഴി കൂവുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ചെവികളിലേക്ക് ഇരമ്പിച്ച് വരും അല്ലേ. അപ്പോൾ അത് വരും. പിന്നെ പന്നികൾ മൂളുന്നു, അതൊക്കെ ഓഡിയോ ഇമേജറിയും. താഴെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്മെൽ ചെയ്യും അല്ലേ. കോഫി സോൺ, കോഫിയുടെ മണം നമ്മൾ അറിയുന്നു. അപ്പോൾ ഈ വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് വരുന്നു. കോഫി സോൺ, ബാക്കൺ ഫ്രൈയിങ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ വരുന്നു. അത് രണ്ടും ഇമേജറി പോയിന്റ്സ് ആണ് ഈ കവിതയുടെ. അപ്പോൾ അത് നമ്മൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എഴുതണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദ ഓൾഡ് ഹെൻ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 ആൻഡ് പുട്ട്സ് ദ കോഫി ഓൺ. ദെൻ ഷി ഗ്യാദേഴ്സ് അപ്പ് ദ എഗ്സ് ബിഫോർ ദ ക്രാക്ക് ഓഫ് ഡാൺ. ഓക്കെ, അപ്പോൾ എന്താണ്, ദ ഓൾഡ് ഹെൻ ഗെറ്റ്സ് അപ്പ് അറ്റ് 5. അപ്പോൾ ഈ ഒരു വൃദ്ധയായ കോഴി എന്താണ്, പഴയ കോഴി, പിടക്കോഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കർഷകൻ്റെ ഭാര്യേനെയാണ് പറയുന്നത്. ഒരു കമ്പാരിസനാണ്. ദ ഓൾഡ് ഹെൻ ഗെറ്റ്സ് അപ്പ് 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അതായത് അവിടുത്തെ പൂവൻകോഴി കൂവുന്നു എന്നൊക്കെ പറഞ്ഞു. അടുത്തിന് പിടക്കോഴി എന്താണ്, 5 മണിക്ക് എണീക്കുന്നു. ആൻഡ് പുട്ട്സ് ദ കോഫി ഓൺ, ആ കോഫി വെക്കുന്നു അല്ലേ. പിന്നെന്താണ്, കാപ്പി തയ്യാറാക്കുന്നു. ദെൻ ഗ്യാദേഴ്സ് അപ്പ് ദ എഗ്സ് ബിഫോർ ദ ക്രാക്ക് ഓഫ് ഡൗൺ. അപ്പോൾ എന്താണ്, നേരം വെളുക്കുന്നതിന് മുമ്പേ മുട്ടകൾ ശേഖരിക്കുന്നത്. അതായത് നമ്മുടെ അമ്മമാരൊക്കെ നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് എന്താണ്, കോഫി ഉണ്ടാക്കുന്നു. വീട്ടിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെക്കൂലേ. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. മൈ ബ്രേക്ക്ഫാസ്റ്റ് ഷീ ഈസ് ഗെറ്റിംഗ് റെഡി while I lay here half asleep. Then she'll yell your breakfast ready and she will add it just won't keep. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ പറയാണ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഷീ ഈസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ എനിക്കുള്ള പ്രഭാത ഭക്ഷണം അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈൽ ഐ ലേ ഹിയർ, അപ്പോൾ ഞാനിവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഞാനിവിടെ കിടക്കുന്നത്, ഹാഫ് അസ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താണ്, പാതി മയക്കത്തിൽ ഞാനിവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി എന്താണ് അവിടെ പാചകം ചെയ്യുന്നു. ദെൻ ഷീൽ യെൽ യുവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, എന്നിട്ട് എന്താണ് ഇങ്ങനെ ഉറക്കെ വിളിച്ചിങ്ങനെ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് പറയാം. ഷീൽ ആഡ് ഇറ്റ് ജസ്റ്റ് വോൺ കീപ്പ്, എന്നിട്ട് പറയാണ് ഇത് അതേ നേരം ഇരിക്കില്ല, അതായത് ചൂടാറിപ്പോവും എന്നൊക്കെ പറഞ്ഞ് വന്ന് എടുത്ത് കഴിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അവിടെ പറയുന്നത്. ഐ വിൽ ഫീഡ് ഇറ്റ് ടു ദ ഹോഗ്സ് ഇഫ് യു ആർ നോട്ട് ഇൻ ഹിയർ സൂൺ. ഓക്കെ, എന്നിട്ട് എന്താ പറയണേ, ഐ വിൽ ഫീഡ് ഇറ്റ് ടു ദ ഹോഗ്സ് ഇഫ് യു ആർ നോട്ട് ഹിയർ സൂൺ. അപ്പോൾ നീ വേഗം വന്നില്ലെങ്കിൽ ഞാൻ ഐ വിൽ ഫീഡ് ടു ദ ഹോഗ്സ് എന്ന് വെച്ചാൽ പന്നികൾക്ക് കൊടുക്കും. ഇഫ് യു ആർ നോട്ട് ഹിയർ സൂൺ, ഇത് ഉടൻ തന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് പന്നിക്ക് കൊടുക്കും എന്നവിടെ പറയുവാണ്, ഒരു വാർണിംഗ് പോലെ അല്ലേ. വാട്ട് നൗ യു ഓഫ് എനി ഫാമർ ദാറ്റ് സ്ലീപ്സ് ഹിംസെൽഫ് ടു നൂൺ. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ വാട്ട് നൗ യു ഓഫ് എനി ഫാമർ ദാറ്റ് സ്ലീപ്സ് ഹിംസെൽഫ് നൂ. അപ്പോൾ നീ ഉച്ചവരെ കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ഒരു കർഷകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭാര്യ ഇങ്ങനെ പറയുവാണ്. യെസ്, ഐ മസ്റ്റ് ബി ദ റൂസ്റ്റർ ബട്ട് ദ ഹെൻ ഷീ റൺസ് ദ ഹൗസ് ആൻഡ് ടു ഗീവ് ഹെർ എനി ബാക്ക് ടോക്ക് ഐ വിൽ ഫൈൻഡ് മൈ സെൽഫ് എ സ്ലീപ്പിംഗ് ഓൺ ദ കൗച്ച്. യെസ്, അതെ, എന്താണ്, ഐ മൈറ്റ് ബി ദ റൂസ്റ്റർ ബട്ട് ദ ഹെൻ ഷീ റൺസ് ദ ഹൗസ്. അപ്പോൾ എന്താണ്, ഐ മൈറ്റ് ബി ദ റൂസ്റ്റർ. അപ്പോൾ ആ കർഷകൻ പറയാം, ഞാനായിരിക്കാം ഇവിടുത്തെ പൂവൻകോഴി, പക്ഷേ എന്താണ്, ദ ഹെൻ ഷീ റൺസ് ദ ഹൗസ്, പക്ഷേ എന്താണ്, പക്ഷേ വീട് ഭരിക്കുന്നത് ആ പിടക്കോഴി തന്നെയാണ്. ആൻഡ് ടു ഗീവ് ഹെർ എനി ബാക്ക് ടോക്ക് ഐ വിൽ ഫൈൻഡ് മൈ സെൽഫ് എ സ്ലീപ്പിംഗ് ഓൺ ദ കൗച്ച്. ഇനി എന്താണ്, ഞാൻ അവളോട് തിരിച്ച് വല്ലതും പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ്, സോഫയിൽ കിടന്നുറങ്ങേണ്ടി വരും. കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, സോഫയിൽ കിടന്നുറങ്ങേണ്ടി വരും എന്നാണ് അവിടെ ഒരു രസകരമായ രീതിയിൽ ഈ കവിത റോബർട്ട് ഫ്രോസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് താഴെ ഇവിടെ സ്ട്രക്ചർ ഓഫ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം എഴുതണം, സിംബോളിക് സിഗ്നിഫിക്കൻസ്, ആ പ്രതീകാത്മകം എന്തിൻ്റെ പ്രതീകമാണ് അതൊക്കെ എഴുതണം. പിന്നെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയുണ്ട്, നേരത്തെ നമ്മൾ ഇമേജറി പറഞ്ഞു, റൈമിംഗ് സ്കീം അതൊക്കെ എഴുതാം. പിന്നെ ലാംഗ്വേജ് എങ്ങനെയാണ്, ലളിതമാണോ അതൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഹിൻഡ്. പിന്നെ പറയേണ്ടത് എന്താണ്, വാട്ട് ദ ഓതർ വാണ്ട്സ് ടു ടെല്ലസ്. അപ്പോൾ എന്താണ് ഓതർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പോയറ്റിലൂടെ, അത് എഴുതണം. പിന്നെ കമ്പാരിസൺ വിത്ത് റൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസുമായിട്ട് കമ്പയർ ചെയ്തെഴുതണം. പിന്നെ യുവർ ക്രിട്ടിക്കൽ കമൻറ്റ്സ്, നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് വിമർശിച്ചോ അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ എന്നാണ് പറയുന്നത്. ബേക്കൺ എന്ന് പറഞ്ഞാൽ കേർഡ് മീറ്റ് ഫ്രം ദ ബെല്ലി ഓഫ് എ പിഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം അവിടെ തന്നിരിക്കുന്നതാണ് കേട്ടോ. ബേക്കൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കൺ ഫ്രൈ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഫ്രൈ ചെയ്ത മണം വരും എന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് വെച്ചാൽ കേർഡ് മീറ്റ് ഫ്രം ദ ബെല്ലി ഓഫ് എ പിഗ്, അപ്പോൾ പിഗിൻ്റെ ബെല്ലിയിൽ നിന്ന് കിട്ടുന്ന ഒരു മീറ്റാണ് കേട്ടോ. ഓക്കെ, അതാണ് ബേക്കൺ. ഓക്കെ, ക്ലിയർ. അപ്പം ഇനി നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു നല്ലൊരു അപ്രിസിയേഷൻ എഴുതണം. 8 മാർക്കിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ആശയത്തിലും എഴുതാം. ഓക്കെ, നോക്കാം. അപ്രിസിയേഷൻ. The poem A Farmer's Morning describes the busy early morning life of a farm. ദ പോയം അതായത് കവിത, ഫാമേഴ്സ് മോർണിംഗ് എന്ന് പറയുന്ന കവിത ഡിസ്ക്രൈബ്സ് വിവരിക്കുന്നു ദ ബിസി ഏർലി മോർണിംഗ്, ഒരു തിരക്കേറിയ ഒരു അതിരാവിലെ ഉള്ള ഒരു ലൈഫ് ഓഫ് എ ഫാം, ഒരു കൃഷി സ്ഥലത്തുള്ള ഒരു ഏർലി മോർണിംഗിലുള്ള ഒരു ലൈഫാണ് അവിടെ വിവരിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ നീഡഡ് ഇൻ റൂറൽ ലൈഫ്. അപ്പോൾ ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നു എന്താണ്, ഹാർഡ് വർക്ക് കഠിന പ്രയത്നവും ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ മര്യാദപരമായിട്ട് അല്ലെങ്കിൽ ഓരോ അടുക്കും ചിട്ടയും നീഡഡ് ഇൻ റൂറൽ ലൈഫ്. അപ്പോൾ ഒരു ഗ്രാമീണ ജീവിതത്തിൽ പാലിക്കേണ്ട കടമകളും അതെല്ലാം ഒരു അച്ചടക്കത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. The poem also humorously shows that while the man thinks he is the boss, it is actually the wife who runs the home. അപ്പോൾ ദ പോയം ഓൾസോ ഹ്യൂമറസ്ലി ഷോസ് ദാറ്റ്, അപ്പോൾ ഈ കവിത ഹ്യൂമറസ്ലി എന്ന് വെച്ചാൽ ഹാസ്യപരമായിട്ട് കാണിക്കുകയാണ്. ഇത് കാണിക്കുക വൈൽ ദ മാൻ തിങ്സ് ഹീസ് ദ ബോസ്. അപ്പം പുരുഷൻ വിചാരിക്കും അയാളാണ് അവിടെ ബോസ് എന്ന് കരുതുമെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ദ വൈഫ് ഹു റൺസ് ദ ഹോം. ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ ഭാര്യയാണ് വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ്. റോബർട്ട് ഫ്രോസ്റ്റ് യൂസസ് ബേർഡ്സ് as symbols for family members. അവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോന്ന്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് യൂസസ് ബേർഡ്സ് as symbol for family members. അപ്പം അതായത് ഇവിടെ ഈ പക്ഷികളെയാണ്, അതായത് റൂസ്റ്റർ പൂവൻകോഴിയും പിടക്കോഴി അല്ലേ, അപ്പോൾ അവിടെ പക്ഷികളെയാണ് ആ ഫാമിലി മെമ്പേഴ്സ് കുടുംബത്തിലെ അംഗങ്ങളായിട്ട് പ്രതീകാത്മകമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ദ റൂസ്റ്റർ റിപ്രസെൻറ്റ്സ് ദ ഹസ്ബൻഡ് ഹൂ തിങ്സ് ഹീ ഈസ് ദ ലീഡർ ഓഫ് ദ ഹൗസ്. അപ്പോൾ റൂസ്റ്റർ അവിടുത്തെ പൂവൻകോഴിയാണ്, റെപ്രസെൻറ്റ്സ് ഇതിനെ പ്രതിനിധീകരിക്കുന്നു ഹസ്ബൻഡാണ്. അപ്പോൾ അദ്ദേഹം കരുതുന്നു അയാളാണ് അവിടെ വീട്ടിലെ ലീഡർ, നയിക്കുന്ന ആളെന്ന് കരുതുന്നു. ദ ഹെൻ എന്ന് വെച്ചാൽ പിടക്കോഴി റെപ്രസെൻറ്റ്സ്. അപ്പോൾ പിടക്കോഴി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വൈഫിനെയാണ്. ഓക്കെ, ഹൂ ഈസ് ദ റിയൽ വർക്കർ ആൻഡ് കീപ്സ് ദ ഹൗസ് റണ്ണിങ്. അപ്പോൾ അതാണ് ശരിക്കും അവിടുത്തെ റിയൽ വർക്കർ, യഥാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതും പിന്നെ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഓക്കെ, ദ പോയറ്റ് യൂസസ് ഈസി എവറിഡേ വേർഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദ പോയറ്റ് യൂസസ് ഈസി എവറിഡേ വേർഡ്സ് ടു ഡിസ്ക്രൈബ് എ റിയലിസ്റ്റിക് ടോൺ. അപ്പോൾ ഈ കവി ഇവിടെ ഈസി ആയിട്ടുള്ളതും എവറിഡേ വേർഡ്സ്, അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഈ ഒരു യാഥാർത്ഥികത വരാൻ വേണ്ടിയിട്ട് വിവരിക്കുന്നത്. ഓക്കെ, ദ പോയം ഫോളോസ് എ സിമ്പിൾ റൈമിംഗ് പാറ്റേൺ ലൈക്ക് AABB. അപ്പോൾ ഈ പോയത്തിൽ റൈമിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ AABB ആണ്. അതായത് നോക്കിക്കേ, ഹോക്സ് ബ്ലോസ് രണ്ടും എസ്സിൽ അവസാനിക്കുന്നു, അപ്പോൾ A എന്ന് എഴുതാം. പിന്നെ അത് വരുമ്പോൾ ഫ്രൈയിങ് ലൈയിങ്, അപ്പോൾ ING എന്ന് അവസാനിക്കുന്നത് BB എന്ന് എഴുതാം. അപ്പോൾ AABB എന്ന് പറഞ്ഞ ഒരു റൈമിംഗ് സ്കീമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെന്ത് പറയാം, ഫ്രോസ്റ്റ് യൂസസ് സൗണ്ട്. അപ്പോൾ ഇത് നമ്മളെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ പോയറ്റിക് ഡിവൈസസ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദ പോയം ഫോളോസ് എ സിമ്പിൾ അത് പറഞ്ഞു. ഫ്രോസ്റ്റ് യൂസസ് എ സൗണ്ട് ഇമേജറി
റോസ്റ്റർ ക്രോസ്, പിന്നെ അത് മാത്രമല്ല കോഴി കൂവുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് സൗണ്ട് ഇമേജറി എന്ന്. അപ്പോൾ റോസ്റ്റർ കോഴി കൂവുന്നു, പിന്നെ പന്നികൾ കരയുന്നു, അതൊക്കെ നമുക്ക് ചെവിയിൽ കേൾക്കുന്ന തരത്തിലുള്ള ഇമേജറിയാണ്. അത് വരി വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, അങ്ങനത്തെ ഉള്ളതാണ്. അപ്പോൾ ഫ്രോസ്റ്റ് യൂസ് സൗണ്ട് ഇമേജറി ആൻഡ് സ്മെൽ ഇമേജറി നമുക്കത് എന്താണ് പിന്നെ നമ്മുടെ സെക്കൻഡ് ലൈൻ പറഞ്ഞില്ലേ, ബേക്കൻസ് ഫ്രൈയിങ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന ആ സ്മെല്ല്, അതൊക്കെ നമുക്ക് ആ പോയം വായിക്കുമ്പോൾ നമുക്ക് ഓടിയെത്തും, സ്മെല്ല് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സ്മെൽ ഇമേജറിയാണ്. ടു മേക്ക് റീഡർ ഫീൽ ദേ ആർ ഓൺ ദ ഫാം. അപ്പോൾ അത് ആ ഒരു നമ്മുടെ വായനക്കാരനെ അയാളും ആ ഫാമിലാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ പറഞ്ഞു വാട്ട് ദ ഓതർ വോണ്ട് ടു ടെൽ അസ്. അപ്പോൾ നമുക്ക് ആ ഓതർ നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനും കൂടെ ഒരു ആൻസറായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദ ഓതർ വാണ്ട്സ് ടു ടെൽ അസ് ദാറ്റ് ഫാമിംഗ് ഈസ് എ ലൈഫ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓതർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമേറിയ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ മേക്കിംഗ് എ ഹോം സക്സസ്ഫുൾ. അപ്പോൾ ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ്, അപ്പോൾ ഇത് മാത്രമല്ല, ഇത് കൂടുതലായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ. അപ്പോൾ ഒരു വനിതയുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം ഇൻ മേക്കിംഗ് എ ഹോം സക്സസ്ഫുൾ. ഒരു വീട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വനിതയുടെ പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദ ടോൺ ഓഫ് ദ പോയം എ ഫാമേഴ്സ് മോർണിംഗ് ഈസ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ വൈൽ റൈസ് ഈസ് സാഡ് ആൻഡ് ക്രിട്ടിക്കൽ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ട് എന്തായിരുന്നു, കമ്പാരിസൺ വിത്ത് റൈസ് എഴുതണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ പഠിച്ച റൈസ് എന്ന പോയവും ഈ പോയവും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, ദ ടോൺ ഓഫ് ദ പോയം, ഫാമേഴ്സ് മോർണിംഗിൽ ആ പോയത്തിൻ്റെ ടോൺ എന്ന് വെച്ചാൽ ഹാപ്പി ആൻഡ് പീസ്ഫുൾ, നല്ല സന്തോഷവും പിന്നെ എന്താണ് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അല്ലേ. വൈൽ റൈസ് ഈസ് സാഡ് ആൻഡ് ക്രിട്ടിക്കൽ. അപ്പോൾ റൈസ് എന്ന് പറയുന്ന പോയം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, സാഡ്, വിഷമവും ക്രിട്ടിക്കലാണ്. അതെന്തുകൊണ്ടാണ് അവിടെ നമ്മളെ ഫുഡ് ക്രോപ്സിനെ മാറ്റി അരി അതൊക്കെ മാറ്റിയിട്ട് എന്താവുകയാണ്, ക്യാഷ് ക്രോപ്സ്, അതായത് റബ്ബറൊക്കെ നട്ടുപിടിപ്പിക്കുന്നു. അതായത് കൂടുതൽ പൈസയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കി എന്താണ് ബാക്കി കൃഷി ചെയ്യുന്നു. അപ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണല്ലോ. അപ്പോൾ അത് സാഡ് ആൻഡ് ക്രിട്ടിക്കലാണ്. ദ ഫാമർ ഇൻ എ ഫാമേഴ്സ് മോർണിംഗ് ലവ്സ് ഹിസ് വർക്ക് ആൻഡ് ആനിമൽസ് വൈൽ ഇൻ റൈസ് ദ ഫാമർ അബാൻഡൻസ് റൈസ് ഫോർ ക്യാഷ് ക്രോപ്സ് റബ്ബർ. അപ്പോൾ ഫാമേഴ്സ് മോർണിംഗ് എന്ന് പറയുന്ന ആ കവിതയിൽ ആ കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലിയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ റൈസ് എന്ന് പറയുന്ന കവിതയിൽ എന്താണ്, ഈ ഫാമർ അബാൻഡൻസ് റൈസ്. അപ്പോൾ റൈസിനെ മാറ്റി നിർത്തിയിട്ട് റബ്ബർ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ, പൈസ കിട്ടുന്ന, കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന വിളകളാണ് കൃഷി ചെയ്യുന്നത്. ട്രഡീഷണൽ ഫാം ലൈഫ് ഈസ് ദ മെയിൻ തീം ഓഫ് a farmer's morning, while the loss of traditional farming is depicted in the poem Rice and the nature is replaced by machines here. അപ്പം എന്താണ് ഇനി പറയണേ, ഈ ഫാമേഴ്സ് മോർണിംഗ് എന്ന് പറയുന്ന കവിതയിൽ അവിടുത്തെ മെയിൻ തീം എന്ന് വെച്ചാൽ ട്രഡീഷണൽ ഫാം ലൈഫ്, അതായത് പാരമ്പര്യപരമായിട്ടുള്ള ഒരു ഫാം ലൈഫ്, കൃഷി സ്ഥലത്തുള്ള ജീവിതമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ദ ലോസ് ഓഫ് ട്രഡീഷണൽ ഫാമിംഗ്, അതായത് ഈ ട്രഡീഷണൽ ഫാമിങ്ങിൻ്റെ നഷ്ടം, അത് നഷ്ടപ്പെട്ടു വരുവാണെന്നും അതിന് അങ്ങനെ രീതിയിൽ ഡെപ്പിക്റ്റഡ്, അതിനെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് റൈസ് എന്ന് പറയുന്ന പോയിന്റിൽ. ആൻഡ് ദ നേച്ചർ ഈസ് റീപ്ലേസ്, അവിടുത്തെ പ്രകൃതി എന്താണ്, മെഷീൻസ് കൊണ്ട് അവിടെ മാറ്റിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്രിട്ടിക്കൽ കമൻസ് ഒക്കെ കൂടെ ചേർത്ത് കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എ ഫാമേഴ്സ് മോർണിംഗ് സെലിബ്രേറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ട്രഡീഷണൽ ഫാം ലൈഫ് വെയർ ദ ഫാമിലി വർക്ക്സ് ടുഗദർ. അപ്പം എ ഫാമേഴ്സ് മോർണിംഗ് എന്ന് പറയുന്ന ആ കവിതയിൽ സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കുകയാണ് ദ ബ്യൂട്ടി ഓഫ് ട്രഡീഷണൽ ഫാം ലൈഫ്. അപ്പോൾ എന്താണ്, പാരമ്പര്യപരമായിട്ടുള്ള ആ ഫാം ലൈഫിനെ അവർ ആഘോഷിക്കുകയാണ്. വേർ ദ ഫാമിലി, എന്നിട്ട് അവിടെ ഫാമിലി, അവിടെ മൊത്തത്തിൽ ഭാര്യയും ഭർത്താവും എല്ലാവരും ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്യുവാണ്, കൃഷിക്ക് പോകുന്നു. അപ്പോൾ ഫാർമർ കൃഷി ചെയ്യുകയാണെങ്കിൽ ഫാർമറിൻ്റെ വൈഫ് അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഒരുക്കി രാവിലെ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ്, ഇനി മറ്റൊരു വശത്ത് പറയുകയാണെങ്കിൽ റൈസ് ഈസ് എ ക്രിറ്റിസിസം ഓഫ് ഹൗ പീപ്പിൾ സ്റ്റോപ്പ് ഗ്രോയിങ് ഫുഡ് ക്രോപ്സ് ജസ്റ്റ് ടു മേക്ക് മോർ മണി. അപ്പോൾ
ഓൺ ദ അതർ ഹാൻഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു മറുവശം നോക്കുമ്പോൾ എന്താണ്, റൈസ് ഈസ് എ ക്രിറ്റിസിസം. അപ്പോൾ റൈസ് എന്ന് പറഞ്ഞ ഒരു വിമർശനാത്മകമാണ് ഓഫ് ഹൗ പീപ്പിൾ സ്റ്റോപ്പ് ഗ്രോയിങ് ഫുഡ് ക്രോപ്സ്. എങ്ങനെയാണ് ആൾക്കാർ ഈ ആഹാര വിളകൾ നിർത്തലാക്കിയത് ജസ്റ്റ് ടു മേക്ക് മോർ മണി. അപ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെ ഈ ഫുഡ് ക്രോപ്സ് നിർത്തലാക്കി എന്നതിനെക്കുറിച്ചുള്ളൊരു വിമർശനാത്മകമായിട്ടുള്ള കവിതയാണത്. ഫ്രോസ്റ്റ് ഫാമർ ഈസ് വോക്കൺ ബൈ എ റൂസ്റ്റർ ബട്ട് ചാക്കോസ് വേൾഡ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദ റോർ ഓഫ് ആൻ എയർപ്ലെയിൻ. അല്ലേ? അപ്പോൾ ഫ്രോസ്റ്റ് ഫാമർ, അപ്പോൾ ഫ്രോസ്റ്റിൻ്റെ, അതായത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ കവിതയിലെ ഫാർമർ എന്ന് വെച്ചാൽ ഈസ് വോക്കൺ ബൈ എ റൂസ്റ്റർ, ഒരു പൂവൻകോഴിയുടെ ശബ്ദം കേട്ടാണ്, അല്ലേ, പൂവൻകോഴി കൂവുന്നത് കേട്ടാണ് ഉയർന്നതെങ്കിൽ, ബട്ട് ചാക്കോസ് വേൾഡ്, അപ്പോൾ എന്താണ്, ചെമ്മനം ചാക്കോയുടെ ലോകത്തിൽ എന്താ പറഞ്ഞത്, ഈസ് ഡിസ്റ്റർബ്ഡ്, അദ്ദേഹത്തിൻ്റെ ലോകം ഡിസ്റ്റർബ്ഡ്, ശല്യപ്പെടുത്തുന്നു, ബൈ ദ റോർ ഓഫ് ആൻ എയർപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിൻ്റെ ആ ഒരു അലർച്ചയിൽ ശല്യപ്പെടുത്തുകയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്കൊരു 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ +2 ഇംഗ്ലീഷ് എക്സാമിൻ്റെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസറും. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാവി സൈനിങ് ഓഫ്.